എല്ലാ പരിപാടിയും കഴിഞ്ഞ് ലാസ്റ്റത്തെ സംഭവമാണ് ഇൻ്റർവ്യൂ. അവിടെ ഒന്ന് വിസ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിയുടെ കാര്യങ്ങൾ പിള്ളേർ ആ ഒരു ടെൻഷനിൽ വളരെയധികം പേടിച്ചാണ് ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. അവർ നിങ്ങളുടെ പെർഫോമൻസിനേക്കാളും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് ശ്രദ്ധിക്കുന്നത് ഇൻ്റർവ്യൂവർ. ഉത്തരം നിങ്ങൾക്ക് എല്ലാം അറിഞ്ഞോളാം നിർബന്ധമില്ല. Abroad studies നോക്കുന്ന സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ഒരു മേജർ ഹേർഡിലാണ് ഇൻ്റർവ്യൂസ്. ദാറ്റ് ഈസ് ബോത്ത് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഇൻ്റർവ്യൂസ് ആൻഡ് ദിയർ വിസ ഇൻ്റർവ്യൂസ്. സോ ഈ ഇൻ്റർവ്യൂസിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം, എങ്ങനെ നിങ്ങളുടെ സക്സസ് റേറ്റ് കൂട്ടാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്യാൻ യു ടെൽ us what the student should keep in mind when they are getting ready for the interview? മെയിനായിട്ട് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് നോർമലി ഒരു ആപ്ലിക്കൻറ്റിനെ അപേക്ഷിച്ച് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടൈമാണ്. അവൻ ഏറ്റവും ബെസ്റ്റ് അവൻ ഡയറക്റ്റ്ലി പെർഫോം ചെയ്യേണ്ട ഒരു ടൈമാണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഇൻ്റർവ്യൂ ഒരുവിധം എല്ലാ രാജ്യങ്ങളിലും ഇൻ്റർവ്യൂസ് ഉണ്ട്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുക്കാനായാലും വിസ ഇൻ്റർവ്യൂ എടുക്കാനായാലും ഇപ്പോൾ UK പോലത്തെ രാജ്യങ്ങളിൽ, കാനഡ പോലത്തെ ഈ IELTS മാൻഡേറ്ററി ആകുന്ന രാജ്യങ്ങളിൽ കുറവാണ് ഇൻ്റർവ്യൂസ്. എന്നാലും ഒരുവിധം സ്ഥലത്തൊക്കെ ഒന്നെങ്കിൽ യൂണിവേഴ്സിറ്റി ഇൻ്റർവ്യൂ അല്ലെങ്കിൽ വിസ ഇൻ്റർവ്യൂസ് ഉണ്ട്. പക്ഷേ ഇവിടെയാണ് ശരിക്കും ആ കുട്ടീനെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ്. ഡോക്യുമെൻറ്റേഷൻ ഇപ്പോൾ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ഏജൻസിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ ഈസി ആയിട്ട് നടക്കും. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെഗ്മെൻ്റ് ആണ് ഇൻ്റർവ്യൂ, വേർ ദ സ്റ്റുഡൻറ്റ് ഹിംസെൽഫ് ഹാസ് ടു പെർഫോം. അപ്പോൾ പിള്ളേർ ആ ഒരു ടെൻഷനിൽ വളരെയധികം പേടിച്ചാണ് ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. കാരണം ഇവിടെ ഇത് ശരിയായില്ലെങ്കിൽ കുട്ടിയുടെ അഡ്മിഷൻ പോകും. അപ്പോൾ ഈ ഒരു സാഹചര്യം എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഫിയർലെസ് ആയിട്ട് ഇൻ്റർവ്യൂവിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു മൊമെൻറ്റിലാണ് കുട്ടി ഏറ്റവും കൂടുതൽ പാനിക് അടിക്കുന്നത്. കാരണം അവിടെ അവൻ ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ അവൻ്റെ ഇപ്പോൾ വിസ ഇൻ്റർവ്യൂ തന്നെ അങ്ങനെയാണ്. എല്ലാ പരിപാടിയും കഴിഞ്ഞ് ലാസ്റ്റത്തെ സംഭവമാണ് ഇൻ്റർവ്യൂ. അവിടെ ഒന്ന് വിസ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിയുടെ കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു ടെൻഷനാണ് കുട്ടി ഇൻ്റർവ്യൂവിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഫസ്റ്റ് കുട്ടി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈ ടു ബി ഫിയർലെസ്. ഇതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. കാരണം അവർ നിങ്ങളുടെ പെർഫോമൻസിനേക്കാളും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് ശ്രദ്ധിക്കുന്നത് ഇൻ്റർവ്യൂവർ. ഇപ്പോൾ ഉത്തരം നിങ്ങൾക്ക് എല്ലാം അറിഞ്ഞോളാം നിർബന്ധമില്ല. ഇപ്പോൾ നമ്മൾ ഒരു 100 ചോദ്യം ചോദിച്ചാൽ എല്ലാവർക്കും 100 മാർക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഉത്തരം അറിയില്ല ഉള്ളതൊരു പ്രശ്നത്തിനേക്കാളും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. നമ്മളൊരു ഇൻ്റർവ്യൂവറെ അതിനെ നമ്മൾ നേരിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ ഏറ്റവും ഫസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഫിയർലെസ്നെസ് ആണ്. നിങ്ങളുടെ പ്രൊഫൈല് നിങ്ങൾ എന്താണോ കൊടുത്തിട്ടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ ഇൻ്റർവ്യൂവിനെ അപ്രോച്ച് ചെയ്യണം. നിങ്ങളൊരു സീരിയസ് മാസ്റ്റർ സ്റ്റുഡൻ്റ് ആണെങ്കിൽ കൂടുതലും പിള്ളേർ +2 അതേ ബുദ്ധിയിൽ ക്വസ്റ്റ്യൻസ് ബൈ ഹാർട്ട് ചെയ്ത് ഇത് ഞാൻ നമ്മുടെ സ്റ്റുഡൻസിനോട് പറയും, ഇതൊരു പെണ്ണാണൽ ചടങ്ങ് പോലെയാണ്. കാരണം നമ്മൾ ഒരു മാട്രിമോണി കണ്ട് പോകുമ്പോൾ അവിടെ എല്ലാം ഭംഗിയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷെ നേരിട്ട് കാണുമ്പോഴാണ് നമ്മൾ ആ പേഴ്സണെ മനസ്സിലാക്കണം. സിമിലർലി നിങ്ങളുടെ പ്രൊഫൈല് നമ്മൾ ഭയങ്കര ഭംഗിയിലായിരിക്കും നമ്മൾ സെറ്റപ്പ് ചെയ്ത്. ഏത് ഏജൻസി ആയാലും നമ്മളെ പറ്റി നമ്മുടെ ശരിയായ അവസ്ഥയല്ലല്ലോ അതിനകത്ത് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ കുറേ എക്സാജറേറ്റ് ചെയ്തായിരിക്കും നമ്മുടെ പ്രൊഫൈലിനെ പറ്റി നമ്മൾ എഴുതി വിസ ആപ്ലിക്കേഷൻ വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ സെയിം ടൈം ആ കാണുമ്പോൾ നമ്മളല്ലാന്ന് കാണുമ്പോൾ നമ്മൾ ഫ്രോഡാണെന്നുള്ളൊരു തോന്നൽ പെട്ടെന്ന് യൂണിവേഴ്സിറ്റിക്ക് ആയാലും എംബസിക്ക് തോന്നുകയും അവിടെ നിന്ന് റിജക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിലോ ഇൻ്റർനാഷണൽ കൺട്രി ഒരു വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ഒരു നോർമൽ ഫസ്റ്റ് ലെവൽ 1 ഇൻ്റർവ്യൂവിൽ നിങ്ങൾ ഇത്രയും പാനിക് ആണെങ്കിൽ യു ആർ നോട്ട് റെഡി ടു ഗോ ടു ദാറ്റ് കൺട്രി എന്നാണ് അവർക്ക് മനസ്സിലാവുന്നത്. ഫസ്റ്റ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിയർലെസ് ആയിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് പ്രാക്ടീസ് ചെയ്യണം ഫിയർലെസ്നെസ്. സ്റ്റുഡൻസ് ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ വോക്കലാവണം, ഓർക്കെ പറയണം. മുറിയെ അടച്ചിട്ടിട്ട് പ്രിപ്പറേഷൻ നടത്തുമ്പോൾ അവരെ തന്നെ ലോക്ക് ചെയ്ത് ഇവർ പറയണ ഉത്തരം ഇവർ റെക്കോർഡ് ചെയ്ത് സ്വയം കേട്ട് ഇവരുടെ സൗണ്ട് ഇവർ ശ്രദ്ധിക്കും. മനസ്സേ പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പാട്ട് പാടുമ്പോൾ ഒരാൾ മനസ്സേ പാടുമ്പോൾ ഭയങ്കര ഈണത്തിൽ പാടാം, പക്ഷേ നമ്മൾ ഉറക്കെ പാടുമ്പോഴാണ് അതിൻ്റെ വൃത്തിയുടെ അറിയുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ ഇവരുടെ ആൻസേഴ്സ് ഇവർ പ്രിപ്പയർ ചെയ്യുന്നത് കുറേയും കൂടി വോക്കലായിട്ട് ഫോണിൽ റെക്കോർഡ് ചെയ്ത് സ്വയം പ്ലേ ചെയ്ത് കേട്ട് ഇമ്പ്രൂവ് ചെയ്യണം. ഇതാണ് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇൻ്റർവ്യൂസിന്. റൈറ്റ്. സോ സ്റ്റുഡൻസ് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവർ അപ്പിയറൻസിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരുടെ ഗെറ്റപ്പിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഗെറ്റപ്പിൽ നമ്മളൊരു സീരിയസ് കാര്യത്തിനാണ് പോണത്. നമ്മളൊരു പ്രൊഫഷണലിസം കാണിക്കുക, കൂടുതലും ഫോർമൽസ് ഉപയോഗിക്കുക. നമ്മൾ വലിയ കമ്മലും ഭയങ്കര പ്രോപ്പർ ഷേവ് ആക്കുക, പ്രോപ്പർ ഹെയർ. ഗേൾസ് ആയാലും ബോയ്സ് ആയാലും ഒരു ഫോർമൽ സെറ്റപ്പിൽ പോകാൻ ശ്രമിക്കുക. കൂടുതലും ഉള്ളവരും നോർമൽ ഡ്രസ്സിങ്ങിലാണ്. ഒരു ഫോർമൽസ് മേടിക്കുക ഒരു ഇൻ്റർവ്യൂവിന്. അത് ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കും. സെക്കൻഡ്, ഇപ്പോൾ നിങ്ങൾ ഒരു ഇൻ്റർവ്യൂ ഒരു VFS സെൻറ്ററിലോ ഒരു സ്ഥലത്ത് ഇൻ്റർവ്യൂ പോകുമ്പോൾ നമ്മളെക്കാളും നല്ല ആൾക്കാരെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാരുടെ കോൺഫിഡൻസ് ലെവൽ ഡൗൺ ആവും. നമ്മളെക്കാളും ബെറ്റർ ആയിട്ട് ഇംഗ്ലീഷ് പറയുന്ന ആളെ കാണുമ്പോൾ വി ഡോണ്ട് ഫീൽ ദാറ്റ് വി ആർ ദ സ്മാർട്ടസ്റ്റ് ഇൻ ദ റൂം എന്ന് തോന്നുന്ന പോലത്തെ ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ
നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് അത് നന്നാക്കും. സെക്കൻഡ് ഇനിയിപ്പോൾ നിങ്ങളെക്കാളും ബെറ്റർ ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ടെങ്കിലും നമ്മളെപ്പോഴും നമ്മുടെ മൂഡ് എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ വെക്കണം. നമ്മൾ എത്ര വലിയൊരു കോമ്പറ്റീഷൻ ആണെന്ന് ഫീൽ ചെയ്താലും നമ്മൾ എപ്പോഴും നമ്മുടെ സ്പിരിറ്റ് എന്നെ കൊണ്ട് ഈസി ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാന്നുള്ളൊരു തോട്ട് പ്രോസസ്സിൽ ഫിയർലെസ് ആയിട്ട് വേണം ഒരു ഇൻ്റർവ്യൂവറുടെ അടുത്ത് പോകാനും. പ്ലസൻ്റ് ആയിട്ട് വളരെ ഭയങ്കര ഫോർമലായിട്ട് തലയിട്ടാട്ടി ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരല്ല സ്വാഭാവികമായിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്നത്. അവർക്കൊരു 1-to-1 കോൺവെർസേഷൻ ഉണ്ടാക്കാൻ താല്പര്യമുള്ള ടൈപ്പ് ആൾക്കാരെയാണ് അവർക്കൊരു ഇമ്പ്രഷൻ. ജസ്റ്റ് ഒരു റോബോട്ടിനെ പോലെ നമ്മൾ ഈ വോയിസ് കമാൻഡ് ചെയ്യുമ്പോൾ ആൻസർ ചെയ്യുന്ന പോലത്തെ ഒരു ക്വസ്റ്റൻ ആൻസർ റൗണ്ട് അല്ല അവർ ആഗ്രഹിക്കുന്നത്. ഒരു നോർമൽ കോൺവെർസേഷൻ നമ്മളെപ്പറ്റി കൂടുതൽ അറിയാമെന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. അപ്പോൾ നിങ്ങളത് ആ ലെവലിൽ ഒരു ഫ്രണ്ട്ലി കോൺവെർസേഷൻ അപ്രോച്ച് ചെയ്ത് അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ ഫിയർലെസ് ആയിട്ട് പോയി അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഡ്രസ്സിങ് എഡിക്കേറ്റ്സ് ഇങ്ങനെ കീപ്പപ്പ് ചെയ്യുക. Right. So you told about English. So English എത്ര ഇമ്പോർട്ടൻ്റ് ആണ്? ലാംഗ്വേജ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? ലാംഗ്വേജ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇംഗ്ലീഷും പലതരം ഉണ്ട്. ഇപ്പോൾ ബ്രിട്ടീഷുകാർ പറഞ്ഞ ഇംഗ്ലീഷ് അല്ല ഓസ്ട്രേലിയൻസ് പറയുന്നത്. ഇന്ത്യക്കാർക്ക് ഇപ്പോൾ മലയാളം തന്നെ നമുക്ക് ഓരോ ജില്ലയിലും ഓരോ ജില്ലയ്ക്കകത്തും പല ടൈപ്പ് മലയാളം ഉണ്ട്. അപ്പോൾ ഞാൻ കൂടുതലും പറയാം ട്രൈ ടു ബി യുവർ സെൽഫ്. നമ്മൾ വേറൊരാളാവാനോ വേറൊരു ആക്സെൻറ്റിലേക്ക് സംസാരിക്കാനോ ശ്രമിക്കേണ്ട. ഒരു ഡിസ്റെസ്പെക്റ്റും ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നിങ്ങൾ നാച്ചുറലായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈസ് എവിടെ വയ്ക്കും ഡാറ്റ എവിടെ വയ്ക്കുന്നത് ആലോചിക്കേണ്ട ഇൻ്റർവ്യൂവിൽ. നമ്മൾ പറയുന്നത് ഒരു സീരിയസ് കൺട്രീസിൽ പോകുമ്പോൾ പ്രോസസ്സ് ഡിഫറെൻ്റ് ആണ്. യു ഷുഡ് ഹാവ് ദാറ്റ് ലാംഗ്വേജ്. പക്ഷേ സ്റ്റിൽ നമ്മൾ കൂടുതലും ഗ്രാമാറ്റിക്കൽ എററിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതാണ്. മാക്സിമം നമ്മുടെ നാച്ചുറൽ ഫ്ലോയിൽ സംസാരിക്കാൻ ശ്രമിക്കുക, വേറെ ആളാവാൻ ശ്രമിക്കാതിരിക്കുക. ഇതാണ്. ഇംഗ്ലീഷ് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാര്യം കൺവേ ചെയ്യാൻ പറ്റാന്നുള്ളതാണ്. അത്രയും ടോപ്പ് നോച്ച് ഇംഗ്ലീഷ് വേണമെന്ന് നിർബന്ധമില്ല. റൈറ്റ്. ഓക്കെ, ഗ്രേറ്റ്. സോ ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഈസ് ഇൻ്റർവ്യൂസിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ യൂഷ്വലി അവർ ചോദിക്കാറ് സെൽഫ് ഇൻട്രൊഡക്ഷൻ തന്നെയാണ്. ഐ തിങ്ക് ഫോർ എവറി ഇൻ്റർവ്യൂ. സോ സെൽഫ് ഇൻട്രോ എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സെൽഫ് ഇൻട്രോയിൽ എന്തൊക്കെയാണ് അവർ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? യൂഷ്വലി they are confused. എന്ത് ഇൻക്ലൂഡ് ചെയ്യണം, എന്ത് ഇൻക്ലൂഡ് ചെയ്യണ്ടെന്നല്ലേ. സോ അത് സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഏജൻസ് ആയാലും പിള്ളേർക്ക് ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് കൊടുത്താലും നോർമലി ഫസ്റ്റ് കാണുന്ന ക്വസ്റ്റ്യനാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ. പക്ഷേ നമ്മൾ ക്വസ്റ്റ്യൻ വളരെയധികം ശ്രദ്ധിക്കണം. പിള്ളേർ ഇത് പറയാൻ കാത്തിരിക്കുക, ഇത് മാത്രം കാണാപ്പാടം പിടിച്ചിട്ട് ഇങ്ങനെ വന്നിരിക്കുകയായിരിക്കും. അപ്പോൾ തുടങ്ങുമ്പോൾ മൈ നെയിം എന്ന് പറഞ്ഞ് തുടങ്ങും, ഐ എം 21 year old. പക്ഷേ അവനോട് ചിലപ്പോൾ വാട്ട് ഈസ് യുവർ നെയിം എന്നായിരിക്കും ചോദിച്ചത്, ഹായ് ഹലോ എന്നായിരിക്കും ചോദിച്ചത്. അങ്ങനെ അതൊന്നും ശ്രദ്ധിക്കാതെ ഇവൻ ഇത് പറയാൻ റെഡി ആയിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കുക. ഒരാൾ ആദ്യം തന്നെ തുടക്കം തന്നെ ചിലപ്പോൾ അവർ ഗ്രീറ്റ് ചെയ്യായിരിക്കും. ഗ്രീറ്റ് ചെയ്യുമ്പോൾ തലയിട്ടാട്ടലല്ല, നമ്മൾ തിരിച്ച് ഗ്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഹായ് ഹലോ ഹൗ ആർ യു എന്ന് തിരിച്ച് ചോദിക്കാം. അത് ഒരു ഫസ്റ്റ് പോയിന്റ്. ഫോക്കസ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിരിക്കില്ല ചോദിക്കുക. വാട്ട് ഈസ് യുവർ നെയിം, വാട്ട് ഈസ് യുവർ ഏജ്, വാട്ട് ഈസ് യുവർ നാഷണാലിറ്റി. അങ്ങനെ അവർ ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ട് ചോദിക്കാം ഇതേ സെയിം ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ചോദ്യത്തിനുള്ള ഉത്തരം മാത്രം പറയാം. ഇനിയിപ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് ജനറൽ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പലയിടത്തും പിള്ളേരുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ മൈ ഫാദർ, മൈ മദർ, മൈ ഗ്രാൻഡ് മദർ എന്നൊക്കെ പറഞ്ഞ് അതൊന്നും ദേ ആർ നോട്ട് റിയലി ഇൻട്രസ്റ്റഡ്. അവർ അറിയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ 22 വയസ്സായ ഒരു കാൻഡിഡേറ്റ് ഇത്ര നാൾ ഇവൻ എന്താ ഇവൻ ചെയ്തിരുന്നു. ഓക്കെ, അച്ഛനമ്മയുണ്ട്. യു ഷുഡ് സ്റ്റാർട്ട് ടെല്ലിങ് അബൌട്ട് യുവർ പ്രൊഫൈൽ. അച്ഛനമ്മയൊക്കെ ലാസ്റ്റ് പറയേണ്ട കാര്യങ്ങൾ. ഫസ്റ്റ് നിങ്ങൾ ആരാകുന്നു, നിങ്ങളുടെ ഏത് നാട്ടിൽ നിന്ന് വരുന്നു, നിങ്ങൾക്ക് എത്ര വയസ്സ്, യുവർ നെയിം, യുവർ പ്ലേസ് ആൻഡ് യുവർ ഏജ്. അപ്പോൾ അവർക്കൊരു ഐഡിയ കിട്ടും. നിങ്ങൾ എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കലാണ്. 22 വയസ്സൊരു കുട്ടി, ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ ഇന്ന കോളേജിൽ നിന്ന് ഇന്ന കോഴ്സ് ഞാൻ ഡിഗ്രി ചെയ്തു, അതിന് 4 വർഷം മുമ്പ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മേളിൽ നിന്ന് താഴ്ത്തുന്ന മേളിലേക്ക് പോകാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി നോർമലി കഴിയും 18 വയസ്സിൽ +2 കഴിയുന്നു. അപ്പോൾ ഐ ഹാവ് കംപ്ലീറ്റഡ് ഐ എം 22 years old. ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ഹൈസ്കൂൾ അറ്റ് ഏജ് ഓഫ് 2000 ഏജ് ഓഫ് 18 ഫ്രം ഇന്ന. അത് വർഷം പറയാൻ ശ്രമിക്കുക. 2024 എന്ന് പറയുമ്പോൾ 2024 22 വയസ്സായ കുട്ടി എന്ന് പറയുമ്പോൾ 2020 അവൻ്റെ +2 കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും 4 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ 2020 +2. അപ്പോൾ ഐ ഹാവ് ഫിനിഷ് മൈ ഹൈസ്കൂൾ 2020 ഫ്രം ഇന്ന സ്കൂൾ വിത്ത് കോമേഴ്സ് സയൻസ് വിത്ത് നല്ല പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ പോസിറ്റീവ് പോയിന്റ്സ് എടുത്ത് പുഷ് ചെയ്ത് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 90% 70% ഉണ്ടെങ്കിൽ അത് എടുത്ത് പറയണം. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ 2022 ഞാൻ പാസ് ഔട്ടായി. അപ്പോൾ ഞാൻ 4 year ബാച്ചിലേഴ്സ് പ്രോഗ്രാം ഇന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇന്ന സംഭവത്തിൽ നിന്ന് ചെയ്തു. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് അവർക്ക് മനസ്സിലായി. നിങ്ങൾ ഈ 22 വയസ്സ് വരെ നിങ്ങൾ എന്താണെന്നുള്ള അവർക്ക് മനസ്സിലാവുക. അതിനുശേഷം വേണം നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് പറയാനായിട്ട്. ഈ വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർ കറക്റ്റ് നിങ്ങൾ 18 വയസ്സിൽ +2 കഴിയുന്നു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, അത് കഴിഞ്ഞിട്ട് അവിടെ നിങ്ങൾ വർക്ക് ചെയ്തോ, അത് കറക്റ്റായിട്ട് നിങ്ങളുടെ CV, നിങ്ങൾ വിൽക്കുന്ന CVയും അതേപോലെ ഫുൾ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് പറയാൻ ശ്രമിക്കുക. ഇതാണ് ഫസ്റ്റ് സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഫാമിലിയും കാര്യങ്ങളൊന്നും അത്രയും സീരിയസ്ലി ഇമ്പോർട്ടൻ്റ് അല്ല. ഹോബീസും നിങ്ങൾ പറയുന്ന സമയത്ത് ഹോബീസ് ചോദിക്കുകയാണെങ്കിൽ കൂടുതൽ ട്രാവലിങ്ങും കാര്യങ്ങളും ഒഴിവാക്കാം.
സോ ആസ് യു സെഡ് 12th ഇപ്പോൾ ഒരു 2020 കംപ്ലീറ്റ് ചെയ്ത ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇഫ് ദേ ആർ അപ്ലൈയിങ് ഫോർ ദെയർ ബാച്ചിലേഴ്സ് നൗ ലെറ്റസ് ഇപ്പോൾ നമ്മൾ 2024 ലൈക്ക് സോ ബാച്ചിലേഴ്സിൽ ഇപ്പോഴാണ് അപ്ലൈ ചെയ്യുന്നത്, അവർക്കൊരു 4 years ഗ്യാപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഹൗ കെൻ ദേ ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ? ദാറ്റ് ഈസ് സ്റ്റുഡൻസ് യൂഷ്വലി അവർക്ക് പേടിയാണ്, അവർ ഇൻസെക്യൂർ ആണ്, ദിൽ ബി ലൈക്ക് എന്തെങ്കിലും ചോദിക്കുമോ, ഗ്യാപ്പിനെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? സോ ഹൗ കെൻ ദേ ഫേസ് ദാറ്റ് ക്വസ്റ്റ്യൻ? നമുക്ക് നമ്മുടെ പ്രൊഫൈൽ അത്രയും നീറ്റ് ആൻഡ് ക്ലിയർ ആയിക്കൊള്ളുന്നില്ല. നമുക്ക് ചിലപ്പോൾ ഈ നീറ്റ് ആൻഡ് ക്ലിയർ ആയതുകൊണ്ട് നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ടൊന്നുമില്ല. ഇൻ്റർവ്യൂ നമ്മൾ വന്നിരിക്കുമ്പോൾ അവർക്ക് നമ്മളൊരു ജെന്യുവൻ ആപ്ലിക്കൻ്റ് ആണെന്ന് ഫീൽ ചെയ്തില്ലെങ്കിൽ ഗ്യാപ്പ് ഉണ്ട് പോലും ഇല്ല പോലും നിങ്ങളുടെ വിസ റിജക്റ്റ് ആവും. പക്ഷേ ഗ്യാപ്പുള്ള സ്റ്റുഡൻസ് കുറച്ച് എക്സ്ട്രാ കോഷ്യസ് ആയിരിക്കണം, കാരണം അവരുടെ പ്രൊഫൈൽ കുറച്ചും കൂടി അവർ സ്ക്രൂട്ടനൈസ് ചെയ്യും. അപ്പം പിള്ളേരൊരു നോൺ സീരിയസ് ആപ്ലിക്കൻ്റ് ആയിട്ട് പോകരുത്. ദേ ഷുഡ് കം അപ്പ് വിത്ത് എ പർപ്പസ്. നിങ്ങൾ എന്തുകൊണ്ട് ഈ പ്രായത്തിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ മാസ്റ്റേഴ്സിന് ഗ്യാപ്പുള്ള പിള്ളേരുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഏജിൽ നിങ്ങൾ 22 വയസ്സിൽ 18 വയസ്സായ ഒരു കുട്ടി ചെയ്യാവുന്ന പ്രോഗ്രാം നിങ്ങളിപ്പോൾ ചെയ്യാൻ ഒരു ഇത് കാണിക്കുന്നു, അല്ലെങ്കിൽ 30 വയസ്സായ ആൾക്കാർ മാസ്റ്റേഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഗോള്, നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വളരെ വ്യക്തമായി നമ്മളെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റണം. അപ്പോൾ പല സ്റ്റുഡൻസിനും പറയാം, എനിക്ക് ഇഷ്ടപ്പെട്ട പ്രോഗ്രാം അല്ല ഞാൻ നാട്ടിൽ പഠിച്ചത്, എന്നിട്ട് ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്തു. എന്നെ വീട്ടുകാരുടെ സമ്മർദ്ദം മൂലമോ വേറെ എന്തെങ്കിലും മൂലമോ എനിക്ക് എൻ്റെ ആഗ്രഹം, ഇപ്പോൾ ഒരു ടൂറിസം പഠിക്കുന്ന നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തുള്ള ടൂറിസത്തിൻ്റെ ആണെങ്കിൽ അതിനാണ് ശ്രമിക്കണമെന്നുണ്ടെങ്കിൽ അവരോട് പറയാം, എൻ്റെ മേഖല ടൂറിസ്റ്റ് ആയിരുന്നു, പക്ഷെ എന്നെ എഞ്ചിനീയറിന് ചേർത്തു. അല്ലെങ്കിൽ ഒരു വേറൊരു രീതിയിൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ പർപ്പസ് ഭയങ്കരമായിട്ട് ജസ്റ്റിഫൈ ചെയ്യണം ആ ഗ്യാപ്പിനെ. പക്ഷെ അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ പറയുക, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അപ്പോഴേ റിയലൈസ് ചെയ്ത ദിസ് ഇസ് നോട്ട് ഫോർ മീ. സോ ഐ ഹവ് റിയലൈസ്ഡ്, ഐ ഹവ് ടേക്കൺ എ ബ്രേവ് ഡിസിഷൻ, ഐ ഹവ് ഡിസൈഡഡ് ടു ചേഞ്ച് മൈ കരിയർ. ഈ ഒരു പ്രായത്തിൽ ഞാൻ അങ്ങനെ ഡിസിഷൻ എടുത്തു. എന്നിട്ട് then I was wandering around I was checking for programs and I finally ended up into this place. ആ രീതിയിൽ അവർക്ക് അവരുടെ ഗ്യാപ്പ് ജസ്റ്റിഫൈ ചെയ്യാം. സെക്കൻഡ്, അവർക്ക് വർക്ക് എക്സ്പീരിയൻസ് പറയാതിരിക്കുക. +2 കഴിഞ്ഞ കുട്ടികൾ നേരെ +2 കഴിഞ്ഞിട്ട് ജോലിക്കാണ് പോകണമെന്ന് പറയും. ചില ആൾക്കാർ അങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അങ്ങനെ വർക്ക് എക്സ്പീരിയൻസ് പറഞ്ഞാൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, +2 കഴിഞ്ഞിട്ട് ജോലിക്ക് പോകുന്ന ആളെന്ന് പറഞ്ഞാൽ അവൻ്റെ കൂടുതൽ വലിയ ലക്ഷ്യം മണിയാണ് അവൻ്റെ മോട്ടിവേഷൻ. അപ്പോൾ ആ ഒരു പോയിന്റിൽ അത് നെഗറ്റിവിറ്റിയാണ്. അപ്പം പഠിക്കാൻ തന്നെ പോയത്, പക്ഷേ ഇഷ്ടമില്ലാത്തതാണ് പഠിച്ചത്. എന്നിട്ട് ഞാൻ മാറി, ഇത് കണ്ടെത്തിയപ്പോൾ ഞാൻ ഇതിലേക്ക് തിരിഞ്ഞു, അങ്ങനെ പറയാം. പിന്നെ ഇപ്പോൾ ആ ഒരു കൊറോണ പീരീഡ് നമ്മളെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു പീരീഡൊക്കെ അങ്ങനെയൊക്കെ ഗ്യാപ്പ് വന്നിട്ടുള്ളവർക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞങ്ങളുടെ കൊറോണയിൽ ഞങ്ങളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഭയങ്കര മോശമായിരുന്നു, അങ്ങനെയും പറയാം. പക്ഷേ ഇനി അതധികം യൂസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ പണ്ട് അത് ആൾക്കാർക്ക് യൂസ് ചെയ്യായിരുന്നു. മെയിനായിട്ട് നിങ്ങളുടെ പർപ്പസ് ജസ്റ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതൊരു കൺവിൻസ് ആവുകയാണെങ്കിൽ ഇന്റർവ്യൂ എടുക്കണമെന്ന് തോന്നാണ്, ഓക്കെ ഇവൻ ശരിക്കും ഇവൻ ഒരു വെറുതെ പറഞ്ഞ നടക്കല്ല, ഇവനൊരു ഉദ്ദേശം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു വിസ തരും. So that's great. And another important question, അല്ലെങ്കിൽ another commonly asked question is, why do you want to study abroad? എന്തിനാണ് പുറത്ത് പോയി പഠിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഈ ഒരു കൺട്രി സ്പെസിഫിക്കലി ചൂസ് ചെയ്തതെന്നുള്ളത്. സോ അതിന് എങ്ങനെ സ്റ്റുഡൻസ് ആൻസർ ചെയ്യാം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻസിനെ ഒരു തേർഡ് വേൾഡ് നേഷണൽസ് എന്നാണ് പുറത്ത് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഇന്ത്യൻ ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്നൊരു ഇന്ത്യൻ ഇമിഗ്രേഷനാണ്. നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഭൂരിഭാഗം ആൾക്കാരും ഇപ്പോൾ ബിലോ പോവർട്ടി ലൈനിലാണുള്ളൊരു അങ്ങനത്തെ ഒരു എക്കോണമി ആണ് നമ്മുടെ. അപ്പോൾ ഇവിടുന്ന് എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ എത്തിപ്പെട്ട് എന്തെങ്കിലും നമ്മളെ ഒരു മൂന്നാം ലോകം, ഇപ്പോൾ ഇന്ത്യ, ബംഗ്ലാദേശ്, ശ്രീലങ്ക അങ്ങനെയൊക്കെ രാജ്യങ്ങൾ അങ്ങനെയാണ്. അവർ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ഒരു കാറ്റഗറി വിസ എന്ന് പറയുന്നത്, അപ്പം നമ്മൾ ഈ 70% സാധാരണക്കാരല്ല, ഒരു 30% ഒരു വെൽ ഓഫ് ആൾക്കാരുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ ആ ഒരു പ്രൊഫൈലാണ് ഞാൻ എന്നുള്ള ഇമ്പ്രഷനാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. പക്ഷേ നമ്മൾ എന്തൊക്കെ ഡ്രസ്സ് ഇട്ട് പോയാലും അവൻ ഓൾറെഡി നമ്മളെ ഈ ഒരു കാറ്റഗറിയിലാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ അവർ ഓൾറെഡി വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് അപ്പോൾ ആ ഒരു ക്വസ്റ്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ ആ റീസൺ നമ്മൾ കറക്റ്റായിട്ട് ജസ്റ്റിഫൈ ചെയ്യണം. ഞാൻ വെറുതെ അവിടെ എങ്ങനെയും എത്തിപ്പെട്ട് പാത്രം കഴുകിയോ ഒരു പാർട്ട് ടൈം ജോബ് ചെയ്തോ വീട്ടിലേക്ക് പൈസ അയച്ചു കൊടുത്ത് അവിടെ കുടിയേറാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. ഞാനൊരു സീരിയസ് വ്യക്തിയാണ്. ഞാൻ അവിടെ പഠിക്കാൻ വേണ്ടി മാത്രമാണ് പോകുന്നത്. എനിക്ക് വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ല. ഇതൊക്കെയാണ് ഇവർക്ക് മെയിനായിട്ട്. നിങ്ങൾക്ക് ടൂർ പോകണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ പാർട്ട് ടൈം ചെയ്യണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഫ്രണ്ട്സിനെ കാണണോ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഒരിക്കലും പറയാതിരിക്കാൻ ശ്രമിക്കുക. കൂടുതൽ നമ്മൾ അവിടെ അട്രാക്ട് ചെയ്യും. നമ്മളവിടെ പോകണത് എന്തിനാ? പഠിക്കാൻ. അപ്പോൾ അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് എന്നെ അട്രാക്ട് ചെയ്തത്. അപ്പോൾ അവർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ പറ്റി വായിക്കുക. എന്നിട്ട് അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കുറേ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ, ഓരോ രാജ്യത്തിനും ഓരോ ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാവും. അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനേക്കാളും വലുതാണെന്നും ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം മാത്രം ഇത് തർക്ക വിഷയമല്ല. അത് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ്. പക്ഷേ നിങ്ങൾ ഇൻ്റർവ്യൂവിന് പറയേണ്ടത്, ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം എനിക്ക് ഉദ്ദേശിച്ച ലെവൽ ഓഫ് ഇത് എനിക്ക് തരുന്നില്ല. അത് ഞാൻ വിദേശത്ത് അന്വേഷിച്ചു. അപ്പോൾ എനിക്ക് ഈ യൂണിവേഴ്സിറ്റി കണ്ടെത്തി, ഈ പ്രോഗ്രാം ഞാൻ കണ്ടെത്തി, രാജ്യം ഞാൻ കണ്ടെത്തി. അപ്പോൾ അതുകൊണ്ട്
എനിക്ക് അതിനെപ്പറ്റി വായിച്ചപ്പോൾ എന്നെ സ്യൂട്ട് ചെയ്യണ പ്രോഗ്രാം അവിടെയാണ്. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇത് തിരഞ്ഞെടുത്ത്. ഫസ്റ്റ് ഓഫ് ഓൾ അത് നിങ്ങൾക്ക് ഒരു വലിയൊരു പോയിന്റ് ആയിട്ട് പറയാം. സെക്കൻഡ്, നിങ്ങൾക്ക് ഒരു കൾച്ചറൽ ഡിഫറൻസ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഇന്ത്യയിൽ തന്നെ നിന്ന് ഒരു എക്സ്പീരിയൻസും കൂടി ആഗ്രഹിക്കുന്നുണ്ട്. വേറെ രാജ്യത്തോ വേറെ കോണ്ടിനെന്റിലുള്ള ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ എന്താണ്, അത് മാത്രമല്ല വേറെ രാജ്യക്കാർ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ നാട്ടിൽ നിന്ന് പഠിക്കുന്നേക്കാൾ. അപ്പോൾ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് ഇച്ചിരി താഴ്ത്തി പറഞ്ഞുകൊണ്ട് അവർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ പുകഴ്ത്തി പറയാം. അവരുടെ കൾച്ചറൽ ഡിഫറൻസസ്, മൾട്ടി കൾച്ചറൽ എൻവയോൺമെൻറ്റ് എനിക്ക് അവിടെ കിട്ടുന്നുള്ള രീതിയിൽ പറയാൻ ശ്രമിക്കുക. രണ്ടാമത്, നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഇൻഡസ്ട്രി, ഇപ്പോൾ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ടൂറിസം ആണെങ്കിൽ അപ്പോൾ ആ നാട്ടിലെ ആ ടൂറിസം സെക്ടറിനെ പറ്റി ഒന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഇപ്പോൾ ഒരു ലോജിസ്റ്റിക്സ് ആണെങ്കിൽ അല്ലെങ്കിൽ IT ആണെങ്കിൽ ആ നാട്ടിൽ IT ഭയങ്കര സെറ്റപ്പാണ്. അപ്പോൾ അതിനെപ്പറ്റി കുറച്ചൊന്ന് റിസർച്ച് ചെയ്യുക. അപ്പോൾ ആ നാട്ടിൽ ഞാൻ IT ഇന്ന നാട്ടിൽ പോയി പഠിച്ചാൽ അവിടെ ഇന്ന ടൈപ്പ് കമ്പനീസും ഇങ്ങനെ റിസർച്ച് നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ ആ പ്രോഗ്രാം പഠിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഗുണം ചെയ്യും. ആ രീതിയിൽ നമ്മൾ ചൂസ് ചെയ്ത പ്രോഗ്രാമും ആ രാജ്യവും തമ്മിൽ ഒന്ന് കണക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കൺട്രിയിൽ ആ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാം ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് ഭയങ്കര ഹൈ ആണ്. അവിടുത്തെ ആ ഇൻഡസ്ട്രി ഭയങ്കര ഹൈ ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേറെ ലെവലിൽ പഠിക്കാൻ പറ്റും. അതാണ് നെക്സ്റ്റ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസത്തിന് ഭയങ്കര പേരെടുത്തിട്ടുള്ള ഒരു ഫ്രാൻസ് പോലത്തെ രാജ്യം ടൂറിസത്തിന് ഭയങ്കര പോപ്പുലറാണ്. അപ്പോൾ അവിടുത്തെ ചെറിയ ചെറിയ കടകളിൽ പോലും അവർ കൊണ്ടുപോകുന്നത് 5 സ്റ്റാർ സ്റ്റാൻഡേർഡ്സാണ്. എല്ലാ ടൈപ്പ് മൾട്ടി കുസിൻ ഫുഡും എല്ലാ ടൈപ്പ് ഓഫ് ആൾക്കാരുള്ള അവിടുത്തെ നിന്ന് ഞാൻ ടൂറിസം പഠിച്ചിട്ട് ഞാൻ തിരിച്ച് നാട്ടിലേക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ രാജ്യം തിരഞ്ഞെടുക്കാൻ ഒരു കാരണം. അപ്പോൾ അവർ ടൂറിസം സെക്ടറിൻ്റെയും അവരുടെ ഗ്രോത്തും അവരെ കുറച്ച് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സും കൂടി റിസർച്ച് ചെയ്ത് വയ്ക്കുക നിങ്ങളുടെ ഇൻഡസ്ട്രീനെ പറ്റിയിട്ട്. ലാസ്റ്റ്ലി പറയേണ്ടത്, ഈ പ്രോഗ്രാം ഇവിടുന്ന് പഠിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ എനിക്ക് ജോലി സാധ്യത കൂടുതലാണ്. ഉദാഹരണം, ഫ്രാൻസിലുള്ള ടൂറിസം കമ്പനീസ് അവിടെ നിന്ന് ഞാൻ പഠിച്ചിട്ട് തിരിച്ചു വന്നാൽ എനിക്ക് ഇവിടെ ഈ 5 ലക്ഷം 10 ലക്ഷം 20 ലക്ഷം ശമ്പളം കിട്ടാവുന്ന ജോലി ഇന്ത്യയിലുണ്ട്. മനസ്സിലായോ? ഈ സെക്ടർ ഞങ്ങളുടെ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ ഫ്രാൻസിൽ പോയിട്ട് പഠിച്ചു അല്ലെങ്കിൽ ഞാൻ UK പോയിട്ട് ഇന്ന സാധനം പഠിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്കിവിടെ ഹൈലി ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ. അപ്പോൾ ഇത് നമുക്ക് ആ രാജ്യത്തിനെ പറ്റി ഭയങ്കരമായിട്ട് റിസർച്ച് ചെയ്തിട്ടുണ്ട്, അവിടുത്തെ കമ്പനീസിനെ പറ്റി റിസർച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവൻ അവിടെ തന്നെ സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്ന ഒരുത്തനാണെന്ന് അവർക്ക് തോന്നാം. അപ്പോൾ നമ്മൾ വീണ്ടും അവർക്കൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ അവിടെ അതിന് വേണ്ടി മാത്രമല്ല, എൻ്റെ നാട്ടിൽ ഇതിന് ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ വിദ്യാഭ്യാസം ഞാൻ അവിടെ പോയി ചെയ്തിട്ട് തിരിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായ കരിയറിൽ ഭയങ്കര ഗ്രോത്തും ആ ഇൻഡസ്ട്രിയും വളർന്നുകൊണ്ടിരിക്കുക എന്നുള്ള രീതിയിൽ പറയാം. അതിപ്പോൾ നിങ്ങൾക്ക് ഏതൊരു ഇതിലെടുത്തും പറയാം. ഇപ്പോൾ ലോജിസ്റ്റിക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പറയാം. ഞങ്ങളുടെ നാട്ടിലാണ് ഏറ്റവും ഇന്ത്യനെ എപ്പോഴും നമുക്ക് പൊക്കി പറയാം. കാരണം അത് നമുക്ക് വേറൊരു ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞുതരാം, ഫ്യൂച്ചർ പ്ലാൻസിൽ പറയുമ്പോൾ നമുക്ക് പറയാം. Right. So why study abroad? Why did you choose this country? അല്ലെങ്കിൽ why did you not choose to study in India? എന്നുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ ഓഫ് ആൻസർ തന്നെ ഫോളോ ചെയ്യാം. ജസ്റ്റ് മേക്ക് ഷുവർ ദറ്റ് യു അഡ്ജസ്റ്റ് ഹിയർ ആൻഡ് ദർ. സോ ഈ ആൻസറിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത് ഫസ്റ്റ് കമ്പയർ ദി എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ ഇന്ത്യ വിത്ത് എഡ്യൂക്കേഷൻ സിസ്റ്റം അബ്രോഡ്, ആൻഡ് ദെൻ നിങ്ങളുടെ സ്പെസിഫിക് കോഴ്സ് ആ കൺട്രിയിൽ ചെയ്താലുള്ള അഡ്വാൻറ്റേജസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. Of course you have to do research and conclude ചെയ്യുമ്പോൾ you can discuss about the value of education that you will be receiving, that is of course the value of certificate that you will be getting from there, plus the multicultural exposure that you will get abroad, that you will be able to develop your interpersonal skills, you will be able to develop both personally and professionally also. അതെല്ലാം ഡിസ്കസ് ചെയ്യാം. and you can conclude with the statement that ഈ ഒരു കോഴ്സ് ചെയ്താൽ അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡ് സെലക്ട് ചെയ്യുന്നതുകൊണ്ട് ഇന്ത്യയിൽ നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. സോ വിത്ത് ദാറ്റ് ബീങ് സെഡ്, ഐ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ദിസ് കോഴ്സ്? ഈ ഒരു കോഴ്സ് എന്തുകൊണ്ട് ചൂസ് ചെയ്ത്, അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ മോട്ടിവേഷൻ ടു ചൂസ് ദിസ് പെർട്ടിക്കുലർ കോഴ്സ്? നോർമലി നമ്മൾ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഡിസിഷനാണ് നമ്മൾ ഒരു കോഴ്സ് എടുക്കുന്നത്. അത് നമ്മളൊരു സ്പൗസിനെ തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ദിസ് ഈസ് യു ആർ ചൂസിങ് എ കരിയർ, യു ആർ ചൂസിങ് എ ലൈഫ് പാത്ത്. അപ്പോൾ ആ വഴി കൂടെ വേണം നിങ്ങൾ ഇനി മരണം വരെ നിങ്ങൾ നീങ്ങാനായിട്ട്. ഇപ്പോൾ അതൊരു സില്ലി ഡിസിഷൻ ആണെന്ന് അവർക്ക് തോന്നരുത്. ഭയങ്കര ഒരു നേരമ്പോക്കിന് ഇന്ന് BCom എടുക്കാം അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എടുക്കാം. അല്ല, നമുക്കൊരു പ്രോപ്പർ കൺവിക്ഷൻ ഉണ്ടെന്ന് നമുക്ക് അവരെ ബോധിപ്പിക്കണം. അപ്പോൾ അതിനകത്ത് നമ്മളെപ്പോഴും കൂടുതലും നമ്മുടെ പാഷൻ, നമ്മുടെ ഇഷ്ടം, ഞാൻ ഈ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രീനോട് ഭയങ്കര പാഷനേറ്റ് ആയിരുന്നു. വെറുതെ നമ്മൾ പാഷനേറ്റ് ഒരു സെൻറ്റൻസ് പോലെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മൾ അവർ ജസ്റ്റിഫൈ ചെയ്യണം നമ്മുടെ പാഷൻ. ഇപ്പം നമ്മൾ ഫിനാൻസ് ആണെങ്കിൽ നമ്മൾ ഫിനാൻസ് മേഖലയിലുള്ള വലിയ ആൾക്കാരുടെ പേരെടുത്ത് മുന്നോട്ട് പറയാം. ബിസിനസ്സാണ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ ഓൺടർപ്രണേഴ്സിൻ്റെ പേര്, വലിയ ബിസിനസ് മോഡൽസിനെ പറ്റി പറയാം. ഒരു എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചതെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സയൻറ്റിസ്റ്റിൻ്റെ പേരുകൾ പറയാം. അപ്പോൾ ഇങ്ങനത്തെ ദീസ് പീപ്പിൾ ഹാവ് ഇൻസ്പയർഡ് മീ. യു ഹാവ് ടു റീഡ് അബൌട്ട് ദം. ഒരു ക്രോസ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി പറയാൻ കിട്ടണം.
അപ്പോൾ നിങ്ങളൊരു എങ്ങനെ നിങ്ങളുടെ ഈ പാഷൻ ഡെവലപ്പ് ആയി കൂടി നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്യണം. അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്താണോ നിങ്ങൾ പ്രോഗ്രാം തിരഞ്ഞെടുത്തത് അതിൻ്റെ ഗ്രേഡ്സിനെ പറ്റിയോ അതിനെ പറ്റിയ ബുക്കിനെ പറ്റിയോ അതൊക്കെ ഞാൻ വായിച്ചും കേട്ട് ഇതായിരുന്നു എൻ്റെ ഇൻട്രസ്റ്റ് ഏരിയ. സോ ഐ ഹവ് ഡിസൈഡഡ് ടു ചൂസ് ദിസ് പ്രോഗ്രാം. അങ്ങനെയാണ് നമ്മൾ ആദ്യം പറയേണ്ടത്. സെക്കൻഡ് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് പറയാം. പക്ഷേ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ ആദ്യം കയറി ഓപ്പർച്യൂണിറ്റി പറയും. ഈ ഓപ്പർച്യൂണിറ്റീസ് ഇപ്പം ഞാൻ കമ്പനി അങ്ങനെ ഈ ഇൻഡസ്ട്രി ഭയങ്കര വളർച്ചയുള്ള ഇൻഡസ്ട്രിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നല്ല ജോലി സാധ്യതയാണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ അപ്പോൾ അവർ ഇതിൻ്റെ സൈക്കോളജി എന്ന് പറയുമ്പോൾ പീപ്പിൾ മേക്ക് ഡിസിഷൻസ് ഇതർ ഓൺ ലവ് ഓർ ഫിയർ എന്ന് പറയും. ഒന്നെങ്കിൽ നമ്മൾ ഒരു തീരുമാനം എടുക്കുക നമ്മുടെ ഇഷ്ടം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പേടി കൊണ്ടായിരിക്കാം. നമ്മളെപ്പോഴും ഒരു ക്ലിയർ എത്തിക്കൽ വേ എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടം കൊണ്ട് വേണം നമ്മളൊരു ഡിസിഷൻ എടുക്കാനായിട്ട്. അപ്പോൾ ഒരു കുട്ടി ആദ്യം തന്നെ ഓപ്പർച്യൂണിറ്റീസിനെ പുഷ് ചെയ്യുമ്പോൾ അവർക്ക് തോന്നണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ആ ഓപ്പർച്യൂണിറ്റീനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആണ് ഈ പ്രോഗ്രാം എടുത്തിട്ടുള്ളത്. നല്ലൊരു കാര്യമല്ല. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് പറയാം. ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ആദ്യം പറയാം നമുക്ക് ഫിയറാണ്, നമുക്ക് ജോലി കിട്ടില്ല എന്നുള്ള ഭയം കൊണ്ടാണ് അത് എടുത്തത്, ശമ്പളം വലുത് കിട്ടാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങൾ അങ്ങനെ നമ്മൾ ഓപ്പർച്യൂണിറ്റീസിനെ പുഷ് ചെയ്യരുത്. നമ്മൾ ഏറ്റവും ആദ്യം നമ്മുടെ പാഷനെ പറ്റി പറയാം, നമ്മുടെ അതിനോടുള്ള താല്പര്യം, ഐ എം ബോൺ ടു ഡു ദിസ് എന്നുള്ളൊരു ഇമേജ് ഉണ്ടാക്കി കൊടുക്കുക, അതിനെപ്പറ്റി റിസർച്ച് ചെയ്തതിനെ പറ്റി പറയാം. സെക്കൻഡ്ലി വീണ്ടും നമ്മൾ ഈ പറയുന്നത് നമ്മൾ പ്രോപ്പർലി വെൽ റിസർച്ച്ഡ് ആണ് നമ്മുടെ ഇൻഡസ്ട്രീനെ പറ്റിയിട്ട്. അപ്പോൾ നമ്മൾ വൈ ദിസ് കോഴ്സ് വയ്ക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഇന്ത്യയിൽ എൻ്റെ ഈ ഇൻഡസ്ട്രി ഭയങ്കരമായി വളർന്നിരിക്കുകയോ നാളെ നെക്സ്റ്റ് 20-30 ഇയേഴ്സ് ഇതാണ് ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ. അപ്പോൾ വൈ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നമ്മൾ പോർട്രേ ചെയ്യേണ്ടത് ഇന്ത്യ ഈസ് ദ ബെസ്റ്റ് ലാൻഡ് ടു കം ബാക്ക് ആൻഡ് വർക്ക്. ഇവിടെയും വലിയ ശമ്പളമുള്ള ജോലികളുണ്ട്. എൻ്റെ ഉദ്ദേശം അവിടെ പോയിട്ട് 1 ലക്ഷം 2 ലക്ഷം ശമ്പളം മേടിച്ച് പാത്രം കഴുകിയോ ടാക്സി ഓടിച്ചോ എങ്ങനെയും അവിടെ സർവൈവ് ചെയ്യാന്നുള്ളതല്ല. എൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഞാൻ അവിടെ പോയി ഒരു നല്ല വിദ്യാഭ്യാസം നേടി തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിൽ വലിയ ശമ്പളമുള്ള ജോലിയിലേക്ക് എത്തിപ്പെടാന്നുള്ളതാണ്. ആ വിദ്യാഭ്യാസം തന്നെ അവിടെ വിദേശ വിദ്യാഭ്യാസം തന്നെ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ഒരു ടൂറിസത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പറയാം. എന്ത് മേഖലയിലും പറയാം ഇന്ത്യ ഈസ് എ ഡെവലപ്പിംഗ് നേഷൻ. ഇന്ത്യ എല്ലാ മേഖലയിലും വളർന്നുകൊണ്ടിരിക്കുന്നത്, ഒരു സാച്ചുറേഷൻ എത്തിയിട്ടില്ല. ഇനി വലിയ മാറ്റങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നത്. ഇന്ത്യ ഒരു സ്ട്രോങ്ങസ്റ്റ് GDP ആണ്, വേൾഡിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ, എല്ലാ കൈൻഡ് ഓഫ് റിസോഴ്സസ് ഉള്ള ഒരു രാജ്യമാണ്. ഇനി ഗ്രോത്ത് ഉണ്ടാകാൻ പോകുന്നത് ഇന്ത്യയിലാണ്. ഇതിപ്പോൾ ഈ ചൈന, USA, ഇന്ത്യ എന്നൊക്കെ പറയുന്ന ആ ഒരു ലെവലിലേക്ക് ഇനി കുറേ ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യയിൽ വരാണ്ട്. ബീറ്റ് റെയിൽ, ബീറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, എന്താ പറയുക, IT ഡിപ്പാർട്ട്മെൻറ്റ്, ടൂറിസം, ലോജിസ്റ്റിക്സ്, എല്ലാ മേഖലയിലും ഇന്ത്യക്ക് ഇനി വളർച്ച ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സും ഇന്ത്യയിലും കണക്ട് ചെയ്ത് നിങ്ങൾ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യുക. ഇപ്പോൾ നമുക്ക് ടൂറിസം പറയുകയാണെങ്കിൽ പറയാം, നമുക്ക് ഇന്ത്യ ഇത്രയും വലിയ ഓൾഡസ്റ്റ് സിവിലൈസ് അതാണ്. അതുകൊണ്ട് കുറേ മതങ്ങൾ, കുറേ സ്പിരിച്വൽ ടൂറിസം ഉണ്ട്, കുറേ ആയുർവേദിക് ടൂറിസം ഉണ്ട്, കുറേ വാസ്റ്റ് ഡിഫറെൻറ്റ് ഓഫ് ടൂറിസം ഡെസ്റ്റിനേഷൻസ് ഉണ്ട്, പല ടൈപ്പ് ഓഫ് ടൂറിസം അട്രാക്ഷൻസ് ഉണ്ട്. പക്ഷേ ഇന്ത്യക്ക് വേണ്ടത്ര ആ ലെവലിലേക്ക് എത്തണമെങ്കിൽ എൻ്റെ പോലത്തെ വിദേശ വിദ്യാഭ്യാസം നേടിയ ആൾക്കാരുടെ ആവശ്യമുണ്ട് ടു ഗോ ടു ദ നെക്സ്റ്റ് ലെവൽ ഓഫ്. ഇപ്പോൾ ദുബായ് പോലെ ഇന്ത്യൻ ടൂറിസം ആവണമെങ്കിൽ ദേ നീഡ് എക്സ്പേർട്സ്. സോ ഐ എം ട്രൈങ് ടു ബി ദാറ്റ് എക്സ്പേർട്ട്. ആ രീതിയിൽ വേണം നമ്മൾ ആ ഒരു ഇതിനെ കണക്ട് ചെയ്യാൻ. അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ആയാലും നിങ്ങൾക്ക് പറയാം, ഇത്രയധികം ജനങ്ങളുള്ള സ്ഥലം, ഇത്രയധികം പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ ഇത്രയധികം പ്രൊഡക്ഷൻ ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലം, ചീപ്പ് ലേബർ, ചീപ്പ് ഇലക്ട്രിസിറ്റി, ചീപ്പ് ലാൻഡ്. അപ്പം നമുക്ക് ഏത് രീതിയിലും ഇന്ത്യ ഈസ് ഗ്രോയിങ്. സോ നിങ്ങൾക്ക് ഇന്ത്യ പറയാൻ പോയിന്റ് ഇല്ലാതിരിക്കുകയൊന്നുമില്ല. നമ്മുടെ വർക്ക് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഇന്ത്യ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മേഖലയിൽ റിസർച്ച് ചെയ്ത് അതിനെ പറ്റി ആൻസർ ചെയ്യാം. So what about all these business related courses എടുക്കുന്ന സ്റ്റുഡൻസ്? കൂടുതൽ സ്റ്റുഡൻസും ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് എടുക്കുന്നുണ്ട്. ബിസിനസ് മാനേജ്മെന്റ്, ബിസിനസ് ദാറ്റ്, ബിസിനസ് ദിസ്. So how do you make a lot of money if you sell in a bigger market? Which is the bigger market in the world? Which is the bigger market? India is the bigger market in the world. ബിസിനസ്സുകാർക്ക് എന്താ പറയുക, ഈസിയാണ് ടു സെൽ ഇന്ത്യ. Because you go to a country where you have 4 lakhs, 4 കോടി 5 കോടി പോപ്പുലേഷൻ ഉള്ള രാജ്യത്ത് പോയിട്ട് whatever you are selling, you will get that is your market. Right. But India is a country of 1.5 billion people. So whatever you sell, you have so many consumers here, and you can pump whatever business you can implement. That the best place to do business is India. So be it logistics, finance, every big companies are coming and investing in India. Amazon ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഊബർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫേസ്ബുക്ക്, ഇവരുടെയൊക്കെ വലിയ മാർക്കറ്റ് ഷെയർ ഇന്ത്യയാണ്. ഇന്ത്യൻ കൺസ്യൂമേഴ്സിൽ നിന്നാണ് അവർ. ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയും കൂടിയാണ്, ചൈന പോലെയല്ല. They promote their own stuff. India, anybody can come and do business in India, keeping the laws of the land. You are very, and also we can say that the government is also taking a lot of initiatives. So that is easy. You can easily tackle that question, whatever business industry you are. Right. So in the previous question also, that is why study abroad എന്നുള്ള ക്വസ്റ്റ്യനിലും നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തത്
ഇന്ത്യയിലുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ്. സോ ഇൻ ദിസ് ക്വസ്റ്റ്യൻ ഓൾസോ വി ആർ discussing about the opportunities. So if students are repeating the same points, like how should they like same points are but still can they repeat it, like is it okay to repeat the same points? നമുക്ക് ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ ചോദിച്ചോളുന്നില്ല, സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചോളുന്നില്ലല്ലോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോളുന്നില്ല. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന ആൻസർ അല്ല ഞാൻ ശരിക്കും ആക്ച്വലി ഇവിടെ പറയുന്നത്, നിങ്ങൾ എന്ത് ഇംപ്രഷൻ കൊടുക്കണം എന്നുള്ളതാണ്. സോ വെൻ യു ആൻസർ എ ക്വസ്റ്റ്യൻ you should make sure you touch these points, and you should have this mindset when you approach this question. You make your own sentences, you use your natural flow, but this is how you prepare your answers in Malayalam, your native language, and then you articulate it in English. So the point here is you have to touch these areas, and with this psychology that you can create an impression to the interviewer. Right. So great. So I will move on to my next question, that is what are your plans, that is what are your career plans, അല്ലെങ്കിൽ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളത്. പിന്നെ വൈ ദിസ് കോഴ്സ് എന്ന് പറയുമ്പോൾ പ്രത്യേകം ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ കോർ കണ്ടന്റ്സ്, നിങ്ങളുടെ സബ്ജക്റ്റ് കണ്ടന്റ്സ് നിങ്ങൾ റിസർച്ച് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിപ്പിക്കാൻ പോകുന്നത്, ഈ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ എന്തൊക്കെയാണ് പഠിപ്പിക്കാൻ പോകുന്നത്, അപ്പോൾ അതിനകത്ത് കുറേ വേർഡ്സ് ഉണ്ടാവും, നിങ്ങളുടെ സെലക്ട് ചെയ്ത പ്രോഗ്രാമിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രോഗ്രാം ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾ അങ്ങോട്ട് എടുത്തിട്ട് പറയണം, എനിക്ക് ഇന്ന സംഭവം പഠിക്കാം, ബിസിനസ്സിൽ ഇത് പഠിക്കാം, അല്ലെങ്കിൽ അത് പഠിക്കാം, അങ്ങനത്തെ കുറേ നിങ്ങളുടെ മേഖലയിലെ കുറേ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ എടുത്തിട്ട് അങ്ങോട്ട് പറഞ്ഞിട്ട് പറയണം, ഇതൊക്കെ എനിക്ക് ഐ ആം എക്സൈറ്റഡ് ടു ലേൺ ഓൾ ദീസ് തിങ്സ് എന്നുള്ളതും കൂടി ഒരു പോയിൻ്റായിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ they will create again a good impression, because they might ask this question, they want to know that if you know it or not. So before they ask, if you can say that, they know that you are researched. അപ്പോൾ അതും കൂടി പറയാൻ ശ്രമിക്കുക. Okay. Great. So I'll move on to my next question, that is what are your future plans? അതും വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്ത് ചെയ്യും കോഴ്സ് കഴിയുമ്പോൾ, എന്ത് ചെയ്യാനാണ് പ്ലാൻ, കരിയർ ഗോൾ എന്താണ്? ജസ്റ്റിൽ നേരത്തെ ചോദിച്ച പോലെ അവർക്ക് ഇംപ്രഷൻ, നമ്മൾ മുമ്പത്തെ ക്വസ്റ്റ്യൻസിൽ ഈ ആൻസേഴ്സ്, ഇപ്പം നമ്മളിത് ഈ 3-4 ക്വസ്റ്റ്യൻസ് നമ്മൾ വൃത്തിക്ക് പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിലേക്ക് എത്തേണ്ട സാധ്യത ഇല്ല. അവർക്ക് അറിയേണ്ടത് ഇതൊക്കെ തന്നെയാണ്. അവർക്ക് അറിയേണ്ടത് നിങ്ങൾ ആരാകുന്നു, എന്താകുന്നു, എന്തിന് ഇവിടേക്ക് പോകുന്നു, എന്താണ് നമ്മൾ എല്ലാ ക്വസ്റ്റ്യനിലും നമ്മളത് ടച്ച് ചെയ്യണം. എല്ലാ ക്വസ്റ്റ്യനിലും ഇത് നമ്മുടെ ഉദ്ദേശം ഇതാണെന്ന് അവർക്ക് തോന്നണം. അത് നമ്മൾ ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി ആണ്. ഇപ്പോൾ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുക. ഇൻഡയറക്റ്റ്ലി നമ്മൾ ഇതേ സെയിം ഇംപ്രഷൻ അവർക്ക് നമ്മുടെ എല്ലാ തീരുമാനങ്ങളുടെയും പിന്നിൽ ഇതാണ് നമ്മുടെ മൈൻഡ് സെറ്റ് എന്നാണ് അവരെ ബോധിപ്പിക്കാനാണ് ആ ക്വസ്റ്റ്യൻസിൽ നമ്മളിത് കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്നത്. അത് അവർ കൺവിൻസ് ആവണമെങ്കിൽ സെക്കൻഡിൽ ഇത് ചോദിക്കണമെന്നില്ല. ഇനി ചോദിച്ചാൽ സെയിം കാര്യം തന്നെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഉദ്ദേശം പഠനം മാത്രമാണ്, പഠനം കഴിഞ്ഞാൽ അവിടെ നിൽക്കാനുള്ള ഉദ്ദേശം എനിക്കില്ല, വീണ്ടും ഇന്ത്യനെ ബുക്കി പറയുക എന്നുള്ളതാണ്. നിങ്ങളുടെ മേഖലയിൽ ഇന്ത്യനെ ബുക്കി പറയുക, ഇന്ത്യക്കാണ് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി. ഞാൻ ഇവിടെ വന്നിട്ട് 1 കോടി 5 കോടി 100 കോടിയുടെ കച്ചവടം എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് 1 കോടി 2 കോടിയുടെ വലിയ ശമ്പളം എങ്ങനെ മേടിക്കാം. അപ്പോൾ അതാണ് എൻ്റെ മൈൻഡ് സെറ്റ്. ഞാൻ ആ മാർക്കറ്റിനെ പറ്റി പ്രോപ്പർലി സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ ബിഗ് പ്ലേയേഴ്സ്. അപ്പോൾ എനിക്ക് വിദേശത്ത് നിന്ന് പോയി പഠിച്ച് തിരിച്ച് ഇവിടെ വരുമ്പോൾ, അപ്പോൾ വി ആർ സീരിയസ് ആപ്ലിക്കൻസ്, വി ആർ നോട്ട് സ്റ്റുപ്പിഡ് ആപ്ലിക്കൻസ് ദാറ്റ് ഐ വിൽ കം ബാക്ക് ടു ഇന്ത്യ ആൻഡ് ഫൈൻഡ് എ ജോബ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കൻ്റ് അല്ല നിങ്ങൾ. യു ഹാവ് ടു ജസ്റ്റിഫൈ. സോ മേക്ക് ഷുവർ യു ഡു ഇനഫ് റിസർച്ച് അബൌട്ട് ദ ഇൻഡസ്ട്രി. മേക്ക് ഷുവർ ഹൗ മച്ച് യു ലേൺ ആസ് മച്ച് ആസ് യു ക്യാൻ about India in that particular industry, and say that you can, the next 25-30 years there is going to be a blast, and I want in India, and I want to be a part of it, so that I can make much more money than living in Europe or in US and doing small stuff. I can 3 ലക്ഷം 5 ലക്ഷം അല്ല എൻ്റെ വരുമാനം ഞാൻ പ്ലാൻ ചെയ്യുന്നത്. എനിക്ക് വലിയ ശമ്പളം ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാം. Right. Okay. All right. So another common question that is asked is why this particular university? അല്ലെങ്കിൽ can you compare this university with other universities in this country? So അതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ how should students approach this question? നോർമലി നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ വളരെയധികം റിസർച്ച് ചെയ്തു, ഞാൻ വളരെയധികം അന്വേഷിച്ചു. ഓക്കെ, ഞാൻ എനിക്കറിയുന്ന ആൾക്കാരായിട്ട് കോൺടാക്ട് ചെയ്തു, എൻ്റെ കണക്ട് ചെയ്ത് ഞാൻ അവിടെ പഠിക്കുന്ന പിള്ളേരോട് അന്വേഷിച്ചു. പിന്നെ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് മൊത്തം വൃത്തിക്ക് വായിക്കുക. ആ യൂണിവേഴ്സിറ്റിക്ക് എത്ര വർഷമായി, എത്ര പഴക്കമുണ്ട്, എത്ര ക്യാമ്പസ് ഉണ്ട്, അക്കോമഡേഷൻ ഉണ്ടോ ഇല്ലയോ, അവിടെ എത്ര ഇന്റർനാഷണൽ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്, എന്താണ് അവർക്ക് എന്തൊക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ട്, എത്രയാണ് അവരുടെ യൂണിവേഴ്സിറ്റി റാങ്കിങ്, അങ്ങനെ യൂണിവേഴ്സിറ്റിനെ പറ്റി എന്തൊക്കെ പോസിറ്റീവ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഇന്നതൊക്കെ രീതിയിൽ റിസർച്ച് ചെയ്തുകൊണ്ടും, പിന്നെ ഫിനാൻഷ്യലി എനിക്ക് ഇതാണ് അപ്രോപ്രിയേറ്റ്. ഇതിന് നല്ല യൂണിവേഴ്സിറ്റി ഉണ്ടാവാം, വേറെ രാജ്യത്തും ഉണ്ടാവാം, വേറെ യൂണിവേഴ്സിറ്റി ഉണ്ടാവാം, പക്ഷേ പ്രോഗ്രാം വൈസും ട്യൂഷൻ ഫീ വൈസും ഇറ്റ് വാസ് കൺവീനിയൻറ്റ്.
സോ ഐ ഡിസൈഡഡ് ടു ചൂസ് ദിസ് യൂണിവേഴ്സിറ്റി. നമുക്ക് ഒരിക്കലും ദിസ് ഈസ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് തർക്കിക്കാൻ പറ്റില്ല. ബട്ട് ദ തിങ് ഈസ് കമ്പയറിംഗ് എവറിത്തിങ് എൽസ് ദിസ് ഐ ഫൗണ്ട് ദാറ്റ് ദിസ് ഈസ് അപ്രോപ്രിയേറ്റ്. അപ്പോൾ മേക്ക് എ ഗുഡ് റിസർച്ച് അബൌട്ട് ദി യൂണിവേഴ്സിറ്റി, ഗോ ത്രൂ ദ വെബ്സൈറ്റ്, റീഡ് അബൌട്ട് ദി യൂണിവേഴ്സിറ്റി. മെയിനായിട്ട് ചെയ്യേണ്ട പിള്ളേർ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് കുറേ കാണാപ്പാടം പഠിക്കുന്നതിനേക്കാളും ഡു എ ലിറ്റിൽ ബിറ്റ് ഓഫ് റിസർച്ച് അബൌട്ട് your program, about university, and understand and don't try to memorize, try to speak it from your heart, so then it is much easier. റൈറ്റ്. ആൻഡ് എനിക്ക് യൂഷ്വലി സ്റ്റുഡൻസ് എന്നോട് ചോദിക്കുന്ന മെയിൻ ക്വസ്റ്റ്യൻ ഇസ് ലൈക്ക് അവിടെ ആരെങ്കിലും ഉണ്ടെന്ന് പറയുന്ന ഇഷ്യൂ ഉണ്ടോ, ദാറ്റ് ഈസ് ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലി ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ ബ്രദർ അവിടെ പഠിക്കുന്നുണ്ട്, സിസ്റ്റർ അവിടെ പഠിക്കുന്നുണ്ട് എന്ന് പറയുന്നതുകൊണ്ട് ഇഷ്യൂ ഉണ്ടോ? ദിസ് ഈസ് എ സില്ലി ക്വസ്റ്റ്യൻ ആക്ച്വലി. ഇത് അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ യെസ് പറഞ്ഞുകൊണ്ട് നോ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിസ റിജക്റ്റ് ആവില്ല. അതാണ് ആദ്യത്തെ കാര്യം. ഇതൊരു യെസ് പറയാം, നോ പറയാം. നമുക്ക് ഈ പറഞ്ഞില്ല, ഈ ബാക്കിയുള്ള ചോദ്യത്തിനൊന്നും മര്യാദയ്ക്ക് ഉത്തരം പറയാണ്ട് എൻ്റെ ബന്ധു അവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് അത് നെഗറ്റീവ് ആണ് നോർമലി. അല്ല, ഞാൻ അവിടെ പോണത് എന്താ പറയുക, എനിക്ക് സപ്പോർട്ട് ഉണ്ട് അവിടെ, അത്യാവശ്യം എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്. പക്ഷെ എൻ്റെ ഉദ്ദേശം അവിടെ സർവൈവ് ചെയ്യാം ഫോർ ടു കപ്പിൾ ഓഫ് ഇയേഴ്സ് ഓർ എ ഫ്യൂ ഇയേഴ്സ് until my study period ends, then my plan is to come back to India. If any point if you are convincing the interviewer, then that's not a problem. നിങ്ങൾക്ക് അത് പറയുന്നത് തെറ്റില്ല, ഇതിൽ ശരിയും തെറ്റില്ല, സിറ്റുവേഷണലാണ്. അത് അവനെ അവിടം വരെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിനെ എങ്ങനെ പെർഫോം ചെയ്തു അനുസരിച്ചിരിക്കും. അത് ഇന്നത് പറഞ്ഞുകൊണ്ട് വിസ റിജക്റ്റ് എന്ന് പറയുന്നതൊക്കെ മണ്ടത്തരാണ്. Right. Okay. So another commonly asked question is about the sponsor or other financial സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ സ്പെസിഫിക്കലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചിട്ടൊക്കെ ഇപ്പം കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഹൗ ഷുഡ് ദേ അപ്രോച്ച് ദീസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്? ഇതിൽ ഇപ്പോൾ പല കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. ചിലവർക്ക് ഈ വിസ പ്രോസസ്സിംഗ് ആയിട്ട് യാതൊരു ബന്ധവുമില്ല, പാരൻസാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇവൻ വെച്ച പേപ്പർ എന്താണ്, ഇവൻ അവിടെ ആ പേപ്പറിൽ എന്താ എഴുതിയേക്കണമെന്ന് യാതൊരു ബോധമില്ലാണ്ട് വിസയ്ക്ക് ഇൻ്റർവ്യൂവിന് പോണ പിള്ളേരുണ്ട്. അപ്പോൾ അത് തന്നെ നിങ്ങളൊരു 18 വയസ്സ് കഴിഞ്ഞ് അഡൽട്ടായിട്ടൊരു കോളേജ് പരിപാടിക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബോധം നിങ്ങൾക്ക് വേണം. എന്തൊക്കെ പേപ്പറാണ് വെച്ചിട്ടുള്ളത്, ഫാദറിന് എന്തൊക്കെ വെച്ചിട്ടുണ്ട്, മദറിന് എന്തൊക്കെ ഫിനാൻഷ്യൽ, അത് വ്യക്തമായൊരു ബോധം വേണം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻഷ്യൽസ് പറയുമ്പോൾ നിങ്ങളെപ്പോഴും ഇൻ്റർവ്യൂവറിനോട് നമ്മളൊരു മിഡിൽ ക്ലാസ് ആണ്, ലോവർ മിഡിൽ ക്ലാസ് ആണ്. ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ് നിങ്ങൾക്ക് ഒരു വർഷത്തെ ട്യൂഷൻ ഫീ ആയിട്ട് നിങ്ങൾക്ക് ഒരു 3 ലക്ഷം 4 ലക്ഷം രൂപ ഏറ്റവും സാധാരണ യൂണിവേഴ്സിറ്റിയിൽ ചിലവുണ്ട്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലാറ്റിൽ ലിവിങ് എക്സ്പെൻസ് ആയിട്ട് ഒരു 7 ലക്ഷം രൂപ വേറെ ചിലവുണ്ട്. ഇപ്പോൾ ഒരു ആപ്ലിക്കൻ്റെ പുറത്തൊരു 10-12 ലക്ഷം രൂപ ചിലവുണ്ട് ഒരു വർഷം. ഏറ്റവും മിനിമം ഞാൻ പറഞ്ഞ രാജ്യങ്ങൾ മാറുന്നതനുസരിച്ച് ഫീസ് മാറി മാറി വരും. ഇപ്പം നിങ്ങളുടെ പിതാവിന് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന്, ഇപ്പം ഞാൻ പാവപ്പെട്ടവനാണെന്ന് തോന്നിയതുകൊണ്ട് ദയ കൊണ്ട് കൊടുക്കുന്നതല്ല വിസ. അവർക്ക് നിങ്ങളതിന് എലിജിബിൾ ആണോ എന്ന് ചിക്കാനാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു പാവപ്പെട്ടവൻ്റെയും കൂടുതൽ പിള്ളേരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവരുടെ ബോഡി ലാംഗ്വേജ് ഒരു വെയിറ്ററുടെ ബോഡി ലാംഗ്വേജാണ്. അവർ ഒരു എന്താ പറയുക, എങ്ങനെയെങ്കിലും ഒരു റിക്വസ്റ്റിൻ്റെ നമ്മുടെ ഡിമാൻഡ് ഉള്ളൊരു സിറ്റുവേഷനിലല്ല പോണേ. അർഹതയുള്ളൊരു സാധനം ചോദിക്കാൻ പോകുന്ന പോലെയല്ല, ഇവരൊരു അപേക്ഷയുടെ മനോഭാവത്തിലാണ് ഇൻ്റർവ്യൂവിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരു 10-12 ലക്ഷം രൂപ എൻ്റെ അപ്പന് ഒരു വർഷം ചിലവാക്കാൻ കഴിവുള്ള ഒരു കുട്ടിക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ അവന് ഉണ്ടാവണം സംസാരിക്കുമ്പോൾ. അതാണ് ഫസ്റ്റ്. പൈസയുടെ കാര്യം പറയുമ്പോൾ പ്രത്യേകിച്ച്. അപ്പോൾ സാമ്പത്തികം എൻ്റെ ഫാദറാണ് അല്ലെങ്കിൽ ഇന്ന ആളാണ്, ആളുടെ ബിസിനസ്സോ ആളുടെ ജോലി എന്താണെന്ന് വ്യക്തമായി ആപ്ലിക്കൻ്റ് ഡോക്യുമെൻ്റ് വെച്ചതിനനുസരിച്ച് പറയാൻ പറ്റണം. അപ്പോൾ അത് വ്യക്തമായി പറയണം, എന്താണ് ജോലി, ഏതാണ് കമ്പനി, എന്താണ് അവിടെ ചെയ്യുന്നത്, അങ്ങനെ ഇങ്ങനെയൊക്കെ കറക്റ്റായിട്ട് പറയണം. ഇത് കറക്റ്റായിട്ട് ജോലി ഉള്ളവരുടെ കാര്യം. ഇനി കറക്റ്റായിട്ട് ജോലി ഇല്ലാത്തവരുടെ കാര്യം. വലിയ ഭൂരിഭാഗം ഇന്ത്യൻ ആപ്ലിക്കൻസും ബിലോ ആവറേജ് സ്റ്റുഡൻസ് പോണ കേസസിൽ ഈ പേരൻസിന് നമ്മൾ ഒരു വ്യക്തമായ ജോലിയോ ഒരു പ്രോപ്പർ ഓതറൈസ്ഡ് ഇൻകമോ ഇല്ലാത്ത സിറ്റുവേഷൻസാണ് കൂടുതലുള്ളത്. അപ്പോൾ നമ്മളൊരു പ്രൊഫൈല് അതനുസരിച്ച് നമുക്കത് പോയി പറയാൻ പറ്റില്ല എംബസിയിൽ. നമുക്ക് അങ്ങനെ ഒരു അൺഓതറൈസ്ഡ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാക്കും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പറയുന്ന ജോലിയോ ബിസിനസ്സോ ശരിക്കും ഉള്ളതായിരിക്കണമെന്നില്ല. അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ വെറുതെ പോയിട്ട് മൈ ഫാദർ ഇസ് എ ബിസിനസ് മാൻ, ഹീ ഈസ് മേണിങ് 2 million 5 million എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ ബിസിനസ്സിനെ പറ്റി വ്യക്തമായി അപ്പോൾ അറിയാത്തൊരു ബിസിനസ്സിനെ പറ്റി അവനെങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും? അതാണ് അടുത്ത. അങ്ങനെ ഒരു ബിസിനസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ആ ആപ്ലിക്കൻ്റ് അവൻ്റെ ലൈഫിൽ എൻകൗണ്ടർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ബിസിനസ്സിനെ എക്സാമ്പിളാക്കി എടുത്തിട്ട് ആ ബിസിനസ്സിനെ പറ്റി അവൻ പറഞ്ഞാൽ അവന് എളുപ്പമുണ്ടാവും. ഉദാഹരണം പറഞ്ഞാൽ ഈ ആപ്ലിക്കൻ്റിൻ്റെ ഫാദറിന് റെസ്റ്റോറൻറ്റ് ഇല്ലെങ്കിലും റെസ്റ്റോറൻ്റ് ഉള്ള ഒരു സ്ഥാപനമായിട്ട് അവനെ എവിടെയെങ്കിലും അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ദേ ക്യാൻ ആൻസർ ബെറ്റർ. ഇപ്പോൾ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ഒരു ആപ്ലിക്കൻറ്റിനോട് ചോദിച്ചു എന്താണ് ജോലി, അപ്പോൾ എന്താണ് ഫാദറിൻ്റെ ബിസിനസ്, അപ്പോൾ റെസ്റ്റോറൻ്റാന്ന് പറഞ്ഞു. അപ്പോൾ എത്ര ജോലിക്കാരുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു 20 ജോലിക്കാരുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ എത്ര ടേബിൾ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു 3 ടേബിൾ. അപ്പോൾ 3 ടേബിളിന് ഒരിക്കലും സെർവ് ചെയ്യാനായിട്ട് 20 ജോലിക്കാരുടെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ കറക്റ്റ് അഡ്രസ്സ് പിൻകോഡ് അടക്കം ഒരു സ്ഥാപനത്തിൻ്റെ പേരും അതനുസരിച്ച് നിങ്ങൾക്ക് അറിയണ ഒരു ബിസിനസ് ടയർ കടയാണെങ്കിൽ അത് ചെറിയ ടയർ കടയെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ വലിയ ടയർ കടയായിട്ട് പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ക്രോസ് വന്നാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഒരു കൺസ്ട്രക്ഷൻ ബിസിനസ് ആണെങ്കിൽ ഒരു ഡെയിലി വേജ് വർക്കറിന് വേണമെങ്കിൽ എൻ്റെ ഫാദറിന് കൺസ്ട്രക്ഷൻ ബിസിനസ്സാണെന്ന് പറയാം.
ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ മകനാണെങ്കിൽ അവന് പറയേണ്ടത് ഓട്ടോറിക്ഷക്കാരൻ്റെ മോനാന്ന് പറഞ്ഞ വിസ കിട്ടില്ല, ഞാൻ സത്യസന്ധനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അവന് പറയേണ്ടത് എന്തായാലും ട്രാവൽസ് കമ്പനി അങ്ങനെയാണ്, ഞങ്ങൾ റെൻ്റ് കാറാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വർക്ക്ഷോപ്പാണ്. അവന് എങ്ങനെ ഏത് ബിസിനസ്സായിട്ട് അവന് പറയാൻ പറ്റുന്നോ അതെടുത്ത് പറയാൻ ശ്രമിക്കും. So that's great. Ini, what do you know about this country, or have you researched about this country before choosing it? So കൺട്രീനെ കുറിച്ചിട്ട് അവർ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് in their answer? അല്ല, നമ്മൾ കൂടുതൽ പിള്ളേരും ഇല്ലീഗലാവാൻ ശ്രമിക്കുന്ന ആൾക്കാർ കൺട്രീനെ പറ്റി റിസർച്ച് ചെയ്യില്ല. ഇത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്കൊരു വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അവരോട് നമ്മൾ ആ നാട്ടിൽ 3 കൊല്ലം നിൽക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ 2 കൊല്ലം നിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ആ നാടിനെ പറ്റി നമ്മൾ റിസർച്ച് ചെയ്യും സ്വാഭാവികമായിട്ട്. ഒരു സിനിമ ഇറങ്ങാൻ പോകുന്നതിന് മുമ്പ് അവൻ്റെ 10 ഇൻ്റർവ്യൂ കാണുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക്. അപ്പോൾ നമ്മളൊരു രാജ്യം നമ്മൾ സീരിയസ് ആയിട്ട് അവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പറ്റി റിസർച്ച് ചെയ്തിട്ടുണ്ടാവും. നോർമലി രാജ്യം എന്താണ്, അവിടുത്തെ ആൾക്കാരുടെ ഹിസ്റ്ററി ചെറുതായിട്ട് നോക്കി വയ്ക്കുക. എന്താണ് ആ രാജ്യത്തിൻ്റെ ചരിത്രം, എങ്ങനെയാണ് ആ രാജ്യം ഉത്ഭവിച്ചിട്ടുണ്ടായി ഇങ്ങനെ രാജ്യമായി നിലനിന്ന് പോകുന്നത്, എന്താണ് അവിടുത്തെ എക്കോണമി, എന്താണ് ക്യാപിറ്റൽ, എന്താണ് അവിടുത്തെ നെയ്ബറിങ് കൺട്രീസ്, എന്തൊക്കെയാണ് അവിടുത്തെ ക്ലൈമറ്റ്, എന്തൊക്കെയാണ് അവിടുത്തെ ഫുഡ്, എന്തൊക്കെയാണ് അവിടുത്തെ ആൾക്കാരുടെ കൾച്ചറിൻ്റെ പ്രത്യേകത, അവിടുത്തെ മെയിൻ ഫെസ്റ്റിവൽസ് എന്താണ്, അവിടുത്തെ മേജർ ടൂറിസം അട്രാക്ഷൻസ് എന്താണ്, ഇതൊക്കെ റിസർച്ച് ചെയ്ത് വയ്ക്കുക. ആ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്, ഇപ്പോൾ ആരാണ് അത് ഭരിക്കുന്നത്, എന്താണ് അവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റം, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ റിസർച്ച് ചെയ്ത് ക്ലൈമറ്റ് എങ്ങനത്തെ വെതർ കണ്ടീഷൻസ് എങ്ങനെയൊക്കെ ഉണ്ട്, അവിടുത്തെ പോപ്പുലർ ഫുഡ് എന്താണ്, ഇങ്ങനത്തെ നോർമലി നമ്മളൊരു രാജ്യത്ത് പോകുമ്പോൾ നമ്മൾ ശരിക്കും ഭയങ്കര എൻതൂസിയസ്റ്റിക് ആയിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ നമ്മളിതൊക്കെ അന്വേഷിക്കും നോർമലി. കാരണം നമ്മൾ നാളെ പോയി ജീവിക്കാൻ പോകുന്ന രാജ്യമാണ്. അപ്പോൾ ഇതൊക്കെ റിസർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം, ഇതിനെപ്പറ്റി പറയാനും പറ്റണം ഒരു ആപ്ലിക്കൻറ്റിന് പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ. ഈ ഗ്യാപ്പിൻ്റെ ഇഷ്യൂ വരുന്ന സമയത്ത് സ്റ്റുഡൻസ് ഓൾറെഡി ബാച്ചിലേഴ്സ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് പിന്നെയും മേ ബി ദേ നോട്ട് സാറ്റിസ്ഫൈഡ്, പിന്നെയും ബാച്ചിലേഴ്സിന് തന്നെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം? അത് സെയിം ഇൻഡസ്ട്രിയിൽ സെയിം മേഖലയിൽ തന്നെ പ്രോഗ്രാം എടുത്തേന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ട് നിങ്ങൾ ബാച്ചിലേഴ്സ് എടുത്ത് വീണ്ടും ബാച്ചിലേഴ്സ് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രോപ്പർ ജസ്റ്റിഫിക്കേഷൻ ഇല്ല. എന്നാലും വേണമെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനിൽ അവർക്ക് പറയാം ഇന്ത്യൻ എഡ്യൂക്കേഷനോട് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല, എനിക്ക് അതുകൊണ്ട് മാസ്റ്റേഴ്സ് പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഫ്ലോപ്പ് ആവും, അതുകൊണ്ട് ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഈ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ബേസ് ശരിയാക്കാം എന്നുള്ള രീതിയിൽ പറയാം. ഒന്ന്. ഇനി 2, സെയിം ബാക്ക്ഗ്രൗണ്ട് അല്ല നിങ്ങളുടെ ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം സെയിം ലെവലല്ല ബാച്ചിലേഴ്സ്, ഇതല്ല എൻ്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രോപ്പ് ഔട്ട് ചെയ്തു എന്തുകൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ. ഇത് എൻ്റെ മേഖല ഇതല്ലാന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് വളരെ ലേറ്റ് ആയിട്ടാണ്. 18 വയസ്സായ സമയത്ത് എനിക്ക് ആ ബോധം ഉണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് ആൾക്കാർ പറഞ്ഞിട്ട് ഒരു ഹോട്ട് പ്രോഗ്രാം സെലക്ട് ചെയ്തു. പക്ഷേ then I realized that I am not made for this, I am not enjoying the process, I am not enjoying in this industry, and I am really passionate about this program. So I decided to make a brave decision. ഞാനൊരു ഭയങ്കര കറേജ് എടുത്തൊരു തീരുമാനം എടുത്തു, ഫാമിലിനെ സപ്പോർട്ട് ചെയ്തു, and now I am moving on to my ആ രീതിയിൽ നമുക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്യാം. പിന്നെ അൺകോമൺ ആയിട്ട് ചോദിക്കുന്ന അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ചോദിക്കാറില്ല, വളരെ കുറച്ച് സ്റ്റുഡൻസിനോട് മാത്രം ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ലൈക്ക് ഇൻഷുറൻസിന്റെ പ്രീമിയം എമൗണ്ട് എത്രയാണ്, അല്ലെങ്കിൽ ഫ്ലൈറ്റ് എപ്പോഴാണ് നിങ്ങൾ ഫ്ലൈ ചെയ്യുന്നത്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഐ തിങ്ക് ചോദിക്കാറുണ്ട് സ്റ്റുഡൻസിനോട്, മിക്ക സ്റ്റുഡൻസിനോടും ചോദിക്കാറുണ്ട്. ഐ തിങ്ക് അവർക്ക് അറിയാൻ വേണ്ടി ചോദിക്കുന്നതായിരിക്കും. ക്ലാസ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നിങ്ങൾ എപ്പോഴാണ് ഫ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻഷുറൻസ് എവിടെ നിന്ന് എടുത്തിട്ടുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊന്നും അറിയാത്തവന് വിസ അടിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പോണ രാജ്യത്തിന് അവൻ ഏത് യൂണിവേഴ്സിറ്റിക്ക് പോകണം, എന്താ നിങ്ങളുടെ പ്രോഗ്രാം, ഏതാണ് നിങ്ങളുടെ കോഴ്സ്, എന്താണ് നിങ്ങളുടെ ട്യൂഷൻ ഫീസ്, എത്രയാണ് ഡ്യൂറേഷൻ ഓഫ് ദ പ്രോഗ്രാം, അല്ലെങ്കിൽ നിങ്ങൾ മാരീഡ് ആണോ സിംഗിൾ ആണോ, ഇങ്ങനത്തെ ബേസിക് ക്വസ്റ്റ്യൻസിനെ പറ്റി ആൻസർ ചെയ്യാൻ പറ്റാത്ത ഒരാൾ വിസ റിജക്റ്റ് ആയി എന്ന് പറയുന്നത് ഒരു ഞാൻ പറഞ്ഞു നമ്മൾ കൊടുത്ത എല്ലാ ഡോക്യുമെന്റ്സ് നമ്മൾ ശ്രദ്ധിക്കണം. വി ഷുഡ് ബി സീരിയസ് അബൌട്ട് വിസ ആപ്ലിക്കേഷൻ. അപ്പോൾ അതല്ലാത്ത പക്ഷം നമുക്ക് വിസ അടിക്കില്ല. അതിന് എന്തും ചോദിക്കാം. അത് അവനെ പറ്റിയാണ് ചോദിക്കുന്നത്, വേറെ ആരെയും പറ്റിയല്ല ചോദിക്കുന്നത്. അവനെ പറ്റി, അവൻ്റെ കോഴ്സിനെ പറ്റി, അവൻ്റെ നാടിനെ പറ്റി, അവൻ്റെ വീട്ടുകാരെ പറ്റിയും ഇതൊക്കെയാണ് ചോദിക്കുന്നത്. അത് അവൻ ആൻസർ ചെയ്തേ പറ്റൂ. അത് പറ്റാത്ത പക്ഷം അവന് വിസ കിട്ടില്ല. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. അക്കോമഡേഷൻ എങ്ങനെയാണ്, എന്തൊക്കെ പേപ്പർ വെച്ചിട്ടുള്ളത്, നിങ്ങളെല്ലാവരും വെച്ച ഫയൽ അവരവരുടെ ഫയൽ ചെക്ക് ചെയ്യണം. അവരവരെന്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ എത്ര രൂപയ്ക്ക് എടുത്തിട്ടുണ്ട്, ITR വെച്ചിട്ടുണ്ടെങ്കിൽ ആരുടെ ITR ആണ്, ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല. ഫിനാൻഷ്യൽസ് മാത്രമല്ല എല്ലാ ഡോക്യുമെന്റ്സ് നമ്മൾ വെരിഫൈ ചെയ്യണം. നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ടിക്കറ്റിൻ്റെ ഡേറ്റ്, നിങ്ങൾ പോകുന്ന ഫ്ലൈറ്റ്സ് ഏതൊക്കെയാണ്, ഇതൊക്കെ നോക്കിയിരിക്കണം. കാരണം നമ്മൾ സീരിയസ് ആണോ അല്ലേ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇങ്ങനത്തെ സ്റ്റുപ്പിഡ് സില്ലി ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുന്നത് ദേ ഡോണ്ട് ഹാവ് എനിത്തിങ് ടു ആസ്ക്. അതാണ് നേരത്തെ പറഞ്ഞത്, നമുക്ക് ഇവനോട് ഒരു 5 മിനിറ്റ് ഇന്റർവ്യൂ എടുക്കണം വേണം, എന്നാൽ ഇവനോട് ഒരു ഐ കനോട്ട് മേക്ക് എ കോൺവെർസേഷൻ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇങ്ങനത്തെ സില്ലി ക്വസ്റ്റ്യൻസ് വരുന്നത്. ഐ തിങ്ക് വെൻ ദേ ആർ നോട്ട് സ്പീക്കിംഗ് മച്ച്, സ്റ്റുഡൻസ് അധികം സംസാരിക്കാണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള. അതെ, അവര് പറയുന്നത് ഇന്ത്യൻസ് വന്നിട്ട് ഇങ്ങനെ ഭയങ്കര ബഹുമാനത്തിൽ വന്നിരുന്നിട്ട് ആ ബഹുമാനം ഫേക്കാന്ന് അവർക്ക് അറിയാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എത്ര
നല്ലവനായിട്ട് അഭിനയിച്ച് നിന്നാലും അവർക്ക് അത് ഫേക്കാന്ന്, കാരണം അവരിങ്ങനത്തെ 100 പിള്ളേരെ ഡെയിലി കാണുന്നതാ. അതാണ് പറഞ്ഞത്, നമ്മൾ ഇച്ചിരി കോൺഫിഡൻസും ഫിയർലെസ്നെസ്സും കാണിക്കണം. രണ്ടാമത് ഇവര് അവരുടെ ഒരു ഇങ്ങനെ വന്ന റോബോട്ടിനെ പോലെ തല്ലിട്ടാട്ടിയിട്ട് ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞ് ഒരു റിയാക്ഷനും ഒരു ഇമോഷനും ഇല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നതുകൊണ്ടാണ് കുട്ടികൾക്ക് കൂടുതൽ അവർക്കൊരു കണക്ഷൻ ബിൽഡ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോഴാണ് ഇവരോട് ഇങ്ങനെ വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ്, ഹൗ ഡു മേക്ക് ഇട്ട് എന്നൊക്കെ അങ്ങനത്തെ സില്ലി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. പക്ഷേ ഇത് പോയിന്റ്സ് ഒക്കെ അവൻ ചെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം, അവൻ ആൻസർ ചെയ്യാൻ പറ്റും വേണം. പ്ലസ് ലിവിംഗ് എക്സ്പെൻസസ് ഓൾസോ അനദർ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് തന്നെ ഇമ്പോർട്ടൻ്റ് അല്ല. ഇത് യു ഷുഡ് നോ അബൌട്ട് ഇറ്റ്. യു ഷുഡ് നോ ഹൗ ഡിഡ് യു ഗെറ്റ് this money and who is going to how much is the figure that is required. So they should know that, and they should know what is the balance in their bank. They should know that, but if they don't know that, they don't deserve to get a visa. That is reality. Right. So language wise ആണെങ്കിലും മിക്ക സ്റ്റുഡൻസും they find it difficult. Language wise ആണെങ്കിൽ plus എങ്ങനെ അതിന് പ്രിപ്പയർ ചെയ്യാം, എവിടെ തുടങ്ങണ്ടേ എവിടെ അവസാനിപ്പിക്കണ്ടേ എന്നുള്ളൊരു ഐഡിയ ഇല്ലാത്ത സ്റ്റുഡൻസ്. ഇപ്പം നമുക്കാണെങ്കിലും വെൻ വി ട്രെയിൻ സ്റ്റുഡൻസ് ഫോർ ദെയർ ഇൻ്റർവ്യൂസ്, ഇപ്പം നമ്മൾ പേഴ്സണലി അവരെ വിളിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും, മോക്സ് അറ്റൻഡ് ചെയ്യും എന്നുള്ളത് ചിലപ്പം അവർ ബിസി ആയിരിക്കും, അവർക്ക് ടൈം ഉണ്ടാവില്ല, നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ടൈമിൽ ചിലപ്പം അവർ അവൈലബിൾ ആയിരിക്കില്ല. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ സ്റ്റുഡൻസിന് എങ്ങനെ ലൈക്ക് അവർക്ക് ഒറ്റയ്ക്ക് എങ്ങനെ അവർക്ക് ആ ഒരു സിറ്റുവേഷൻ അവർ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, അല്ലെങ്കിൽ സെൽഫായിട്ട് അവരെങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊന്ന് പറയാം. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരാളെ ഹെൽപ്പിംഗ് ഹാൻഡ് ഉണ്ടാവുന്നത് എപ്പോഴും ഗുണം ചെയ്യും. പക്ഷെ എന്നാൽ കൂടി നമുക്ക് ആ ഒരു രീതിയിലുള്ള സപ്പോർട്ട് കിട്ടാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാം. അങ്ങനെ ഉണ്ടാവുമ്പോൾ കുട്ടികൾക്ക് സെൽഫായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ പറയുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറയുമ്പോൾ 18 വയസ്സെ കുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ 2006 ബോൺ ആണ് ഇപ്പോഴത്തെ ആപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നത്, അല്ലെങ്കിൽ 2000 കിഡ്സ് ആണ്. പക്ഷേ ഒരു ഏർലിയർ ജനറേഷൻ എന്ന് പറയുമ്പോൾ 90s ഒക്കെ ആകുമ്പോൾ ലാംഗ്വേജ് വാസ് മച്ച് പുവർ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ചുറ്റുപാട് ആ ഒരു ഇൻ്റർവ്യൂവിന് പ്രിപ്പറേഷൻ്റെ സമയത്താകുമ്പോൾ നിങ്ങൾ കൂടുതൽ കാണുന്ന കണ്ടൻറ്റ്, വായിക്കുന്ന കണ്ടൻറ്റ്, നിങ്ങൾ പെരുമാറുന്നത് യു ഷുഡ് ഐസൊലേറ്റ് ഫ്രം നോർമൽ പീപ്പിൾ ആൻഡ് യു ഷുഡ് ഓൾവേസ് ട്രൈ ടു ലിസൺ ആൻഡ് റീഡ് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ എപ്പോഴും മലയാളി കമ്പനിയുടെ കൂടെ നടന്നിട്ട് ആ ഇൻ്റർവ്യൂയുടെ സമയത്തെങ്കിലും നിങ്ങൾ അതിന് ഫോക്കസ് ചെയ്യുക, ഒരാളുടെ സഹായം, അങ്ങനത്തെ കണ്ടൻറ്റ്സ് വാച്ച് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ട സിനിമ ആയിക്കോട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, പൊളിറ്റിക്സ് ആയിക്കോട്ടെ, ആ ലെവൽ ഓഫ് കണ്ടൻറ്റ് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. സെക്കൻഡ്ലി നിങ്ങളുടെ ലാംഗ്വേജ് നിങ്ങൾക്ക് തന്നെ ഇമ്പ്രൂവ് ചെയ്യാം. ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ 8-10 ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് വൃത്തിക്ക് പറയാൻ പറ്റിക്കഴിഞ്ഞാൽ അവന് വിഷയം. പക്ഷേ അത് അവൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവനെ തന്നെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അവൻ സ്വന്തമായിട്ട് ഡെയിലി ഒരു 1 hour എഫേർട്ട് ഇട്ടിട്ട് ഷുഡ് സ്റ്റാർട്ട് ടോക്കിംഗ് ടു ഹിംസെൽഫ്, ട്രൈ ടു ബി ലൗഡ്, ഇഫ് പോസിബിൾ ട്രൈ ടു റെക്കോർഡ് ഹിസ് ഓഡിയോ. അവൻ്റെ സ്വന്തം ഓഡിയോ റെക്കോർഡ് ചെയ്ത് സ്വയം കേൾക്കാം. എന്നിട്ട് അത് യു ഡു ഇറ്റ് 10 times 20 times, യുവർ 21st time വിൽ ബി മച്ച് ബെറ്റർ ദാൻ യുവർ ഫസ്റ്റ് ടൈം. നിങ്ങൾക്ക് അത് കുട്ടികൾക്ക് സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ, ഒരാളുടെ ഹെൽപ്പിൻ്റെ ആവശ്യമില്ല. ഒരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ, ഒരു ട്യൂട്ടർ, ഇംഗ്ലീഷ് ട്യൂട്ടർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർ ദേ വിൽ ക്ലിയർ ദെയർ ഡൗട്ട്. അവർക്ക് എന്തെങ്കിലും എങ്ങനെ ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ല, ഒരു കൺസ്ട്രക്ട് ചെയ്യാൻ അറിയില്ല, അങ്ങനത്തെ സപ്പോർട്ടിന് നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് ട്യൂട്ടേഴ്സ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ദെയർ ഓൺ എഫേർട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇംഗ്ലീഷ് ട്യൂട്ടർ ഉള്ളതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഇംഗ്ലീഷ് ട്രെയിനിങ് തരുന്നതുകൊണ്ട് മാത്രം 1 മണിക്കൂർ ക്ലാസ്സിൽ ഇരുന്നുകൊണ്ട് മാത്രമൊന്നും നിങ്ങൾക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല. ഫ്രം ദ സ്റ്റുഡൻറ് ആസ് വെൽ, അതർവൈസ് ദർ ഇസ് നോ പോയിന്റ്. ഇംഗ്ലീഷ് ട്യൂട്ടർ പറയും, പക്ഷേ അത് യു ഷുഡ് ഡു ദ ഹോംവർക്ക്. സോ അത് ചെയ്ത് വന്നാൽ യു ക്യാൻ, നമ്മൾ പറഞ്ഞില്ല, വളരെ സാധാരണ നിലയ്ക്ക് സാധാരണ സ്കൂളിൽ പഠിച്ച പിള്ളേർ, ഒരു വാക്ക് ഇംഗ്ലീഷ് പറയാൻ കിട്ടാത്ത പിള്ളേർ ഈസി ആയിട്ട് ഇൻ്റർവ്യൂവിന് പാസ്സാവുന്നത് ദാറ്റ്സ് ദെയർ എഫേർട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ സൈക്കോളജി, ദ അപ്രോച്ച്, യു ഷുഡ് ഇറ്റ് ഓൾ ഷുഡ് ബി ചേഞ്ച്ഡ്. സോ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഗ്രേറ്റ്. സോ ദാറ്റ് വാസ് ഇറ്റ്. നമ്മൾ ഇൻ്റർവ്യൂസിന് വരുന്ന കോമൺ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്, ആൻഡ് ഹൗ ടു അപ്രോച്ച് ദീസ് ക്വസ്റ്റ്യൻസ്. ഇതിലിപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും ക്വസ്റ്റ്യൻസ് മാത്രമേ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് മാത്രമേ വരുള്ളൂ എന്ന് ചോദിച്ചാൽ അല്ല. ദേ കുഡ് ആസ്ക് യു എനിത്തിങ്. Okay, they could ask you anything എന്ന് പറയുമ്പോഴും they are not going to ask you about anything in the world. They are just going to ask you about you. നിങ്ങളെക്കുറിച്ചുള്ള പേഴ്സണൽ ആയിട്ടുള്ള ഫാമിലിയെ കുറിച്ച് പറയാവോ, അല്ലെങ്കിൽ നിങ്ങളെ ഹോം കൺട്രീനെ കുറിച്ച് പറയാവോ, അല്ലെങ്കിൽ നിങ്ങളെ ഹോം ടൗണിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാവോ, അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളുടെ നാട്ടിലേക്ക് ഇപ്പം ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എന്നെ എന്ത് കാണിച്ചു തരും, അല്ലെങ്കിൽ എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോവുക, അങ്ങനെ ലൈക്ക് ജസ്റ്റ് കാഷ്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളെങ്ങനെ അതിനോട് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സോ ഡോണ്ട് ലിമിറ്റ് യുവർ സെൽഫ് ടു ജസ്റ്റ്
just these few questions. Always try to think outside the box. So with that, I'm winding up. So thank you. Thank you so much. So I hope that video was helpful. ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ ഒരു ആക്ച്വൽ ഇൻ്റർവ്യൂവിൽ അപ്ലൈ ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് I have done a mock interview video with one of our students. So the link will be in the description, or you may also be able to watch it by clicking somewhere on the screen. So make sure you subscribe to our channel for more videos like this. I'll see you next time. Bye bye.